സർക്കാർ ജോലിയിൽ കയറാൻ മോഹമാണ്. മോഹം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, പിന്നെ ഫുൾ ജോയ്. ഫാസിലിന് മോസ്കിൽ പോകാൻ മോഹം കിട്ടുമോ? കാല മരിക്കും. ഗാരോ കുന്ന കിട്ടിയത് ഗാരോ ഹില്ലല്ലേ. ഛായാഗ്രഹണം ചോദിച്ചാൽ ചായ കുടിക്കാനുള്ള ഓട്ടം. ചായ കുടിക്കാൻ ഓടുന്നു, കാസ്റ്റിംഗ് ചെയ്യാൻ കുലുക്കുന്നു. കാസ്റ്റിംഗ് കുലുക്കി തക്കത്ത. നാറ്റത്തിന് ഠോ ലാം, വായ്നാറ്റത്തിന് ഠോ ലാം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണോ, എല്ലാവർക്കും സുഖല്ലേ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ കൂട്ടുകാരെ. നമ്മളിതാ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണ്. വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. 10th പ്രിലിംസിന് വേണ്ടി ഫൈനൽ റിവിഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ മുഴുവൻ കറണ്ട് അഫയേഴ്സും 2 ക്ലാസ്സുകൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. ആ 2 ക്ലാസ്സുകൾ ഏറ്റവും സുപ്രധാന നിയമനങ്ങളും അതുപോലെ തന്നെ കേരളത്തിന്റെ മന്ത്രിസഭയുമാണ്. ഒരു പുതിയ പ്ലേലിസ്റ്റ് ചാനൽ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ക്ലാസ്സിന്റെയും വീഡിയോ ലിങ്ക് മുകളിൽ കൊടുക്കാം. ആ 2 ക്ലാസ്സുകൾ കാണുക. നോക്കൂ, ഇനി നമുക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആർട്ടിമസ് പഠിക്കുന്നു, പുരസ്കാരങ്ങൾ പഠിക്കുന്നു, ഓസ്കാർ അവാർഡുകൾ പഠിക്കുന്നു. അങ്ങനെ തുടങ്ങി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വസ്തുതകൾ ഇന്നത്തെ ക്ലാസ്സിനകത്തുണ്ട്. അതുപോലെ വരുന്ന 5 ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുക. 2 ദിവസം കൊണ്ട് ഈ 6 ക്ലാസ്സും കണ്ട് സെറ്റായി പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസിന് 10th ലെവൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. സെറ്റല്ലേ? സെറ്റാണ്. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചത് എന്നാണ്? നോക്കൂ മക്കളെ, 2026 ഏപ്രിൽ 12-നാണ് പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചത്. ആശാ ഭോസ്ലെ മേഡത്തിനെ കുറിച്ച് ആലോചിക്കുക. ഡേറ്റ് ഏപ്രിൽ 12-ആണ് അവർ മരണപ്പെട്ടത്. ഹിന്ദി പോപ്പ് സംഗീതത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ആശാ ഭോസ്ലെ ഏപ്രിൽ 12-ന് അന്തരിച്ചു. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഗായികയാണ്. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പിന്നണി ഗായികയാണ് ആശാ ഭോസ്ലെ. 2026 ഏപ്രിൽ 12 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബഹിരാകാശം ഓർമ്മയുണ്ടാകും അല്ലെ? ബഹിരാകാശ ദിനം ഏപ്രിൽ 12-ആണ്. ആശാ ഭോസ്ലെ ബഹിരാകാശത്തേക്കല്ല പോയത്, അവര് നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. ആശാ ഭോസ്ലെ ആ ഗാനങ്ങൾ അല്ലെ, അവര് പാടിയ പാട്ടുകൾ ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ? അതൊന്നും ഓർമ്മിക്കേണ്ട, ഏപ്രിൽ 12 ആലോചിച്ചാൽ മതി കേട്ടോ. വിഷുവിന് 2-3 ദിവസം മുമ്പ് ആശാ ഭോസ്ലെ മേഡം പോയി എന്ന് ആലോചിക്കുക. 2026 അവർക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ നല്ല റൗണ്ട് സംഖ്യയല്ലേ? 2000 ഉറുപ്പ്യക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി എന്ന് ആലോചിച്ചോ. 2000 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. മക്കളെ, ഹിന്ദി പോപ്പ് സംഗീതത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ആശാ ഭോസ്ലെ മേഡത്തിന് പത്മവിഭൂഷൺ കിട്ടുന്നത്, പത്മവിഭൂഷൺ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ഭാരതത്തിന് തൊട്ടു താഴെ കിടക്കുന്ന പത്മവിഭൂഷൺ, ആ പത്മവിഭൂഷൺ കിട്ടിയത് 2008-ലാണ് കേട്ടല്ലോ. അതുപോലെ തന്നെ ഓർത്തു വെക്കണം, BBC ലോകത്തെ സ്വാധീനിച്ച 100 സ്ത്രീകളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടികയിൽ ഇവർ 2015-ൽ ഇടം പിടിച്ചിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കുക. 2028-ൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ രാജ്യാന്തര കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി, അതിന് നമുക്ക് ചുരുക്കിയിട്ട് കോപ്പ് എന്ന് വിളിക്കാം. COP 33. ഈ ഒരു COP 33-ൽ നിന്നും പിന്മാറിയത് 2028-ലാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ ഇതിൽ നിന്നും പിന്മാറി എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. രാജ്യാന്തര കാലാവസ്ഥ ഉച്ചകോടി 2025, 26, 27 3 വർഷവും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടല്ലോ. ഇത് 26-ലാണ് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെ പഠിക്കും? അപ്പൊ 32 വരെയുള്ളതാണ് ഞാൻ പറയുന്നത്. 30, 31, 32 നമ്മൾ മുമ്പ് ഊഗുനി എന്ന് പഠിച്ചിരുന്നു അല്ലെ? എന്താണ്? 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം, 31-ലാണ് ഗുരുവായൂർ പ്രക്ഷോഭം, 32-ലാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെ? അതുപോലെ ഓർത്തു വെക്കുക. 30-ലാണ് തുടങ്ങുന്നത്. നോക്കൂ, ബലത്തിൽ ബസ്സിൽ വെച്ചിട്ട് ആന്റിയോട് തർക്കിച്ചിട്ട് ബാബ എന്ത് ചെയ്യുന്നു? എത്തിയിട്ട് അവരെ അടിക്കുകയാണ്. ബലത്തിൽ ബസ്സിൽ വെച്ച് അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് ബലമായിട്ട് ആന്റിയോട് തർക്കിക്കുകയാണ്. എന്നിട്ട് ആ ബാബ എത്തി ഒരൊറ്റ അടി ഓടിച്ചു കേട്ടോ. അടിച്ചു ആ ബാബ എത്തിയിട്ട് ഇത് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ, ബലത്തിൽ ബസ്സിൽ വെച്ചിട്ട് ബലേ 30 ബസ് ബ്രസീല് ആന്റിയോട് തർക്കിച്ചു, അന്റാലിയ തുർക്കി, അടിച്ചു അബാബ, എത്തി എത്യോപ്യയിലെ ആഡിസ് അബാബ. 2027-ൽ ആഡിസ് അബാബ മറക്കണ്ട. COP 32, COP 32 അടുത്ത വർഷം ആഡിസ് അബാബ എത്യോപ്യ,
COP 31 തുർക്കിയിലെ അന്റാലിയ, COP 30 ബ്രസീലിലെ ബലേം. മറന്നുപോല. ഭിന്നശേഷിയുള്ള അപേക്ഷകർക്കായി ബ്രെയിൻ ലിപിയും ആംഗ്യഭാഷാ സേവനങ്ങളും ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് എവിടെയാണ്? ഭോപ്പാലാണ്. മക്കളെ, എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ഓർമ്മയുള്ളവർ കമന്റ് ചെയ്തേ. PSC PYQ ആണ്. ഭിന്നശേഷിയുള്ള അപേക്ഷകർക്കായി ബ്രെയിൻ ലിപിയും ആംഗ്യഭാഷാ സേവനങ്ങളും ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആരംഭിച്ചത് ഭോപ്പാലിലാണ്. 2026 നോക്കൂ, 21ാമത് G20 ഉച്ചകോടി എവിടെയാണ്? മിയാമി, അമേരിക്ക. G7 ഫ്രാൻസിലാണ്, G20 അമേരിക്കയിലാണ്. ദക്ഷിണാഫ്രിക്ക, ഈ വർഷം അമേരിക്ക, അടുത്ത വർഷം UK. ദക്ഷിണ കിട്ടിയ പൈസ കൊണ്ട് അമ്മ UK പോയി. അപ്പൊ ആലോചിച്ച് വെക്കുക, ഗൂഗിൾ പേ വഴി 20 രൂപ കിട്ടിയ ദക്ഷിണ കിട്ടിയ അമ്മ എങ്ങോട്ട് പോയി എന്നാ പറഞ്ഞത്? UK പോയി. അപ്പൊ ആദ്യം ദക്ഷിണ, പിന്നെ അമ്മ എന്ന് പറഞ്ഞ അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക, പിന്നെ UK. ഓക്കെ ആണല്ലോ. ഇപ്പൊ ദക്ഷിണ കിട്ടി, അമ്മ UK പോയി. ദക്ഷിണ കിട്ടി, അമ്മ UK പോയി. 20 ഗൂഗിൾ പേ വഴി. G20. 6 ഭൂഖണ്ഡങ്ങളിലായി അയൺമാൻ ട്രയത്ലോൺ. നോക്കൂ, ഈ പറയുന്ന ട്രയത്ലോൺ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സാധനം. അതെന്താണെന്ന് അറിയാത്തവരുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3.8 കിലോമീറ്റർ നീന്തണം, 180.2 കിലോമീറ്റർ സൈക്ലിങ്, 42.2 കിലോമീറ്റർ മാരത്തോൺ. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇത് സിമ്പിൾ ആണോ? ഒരിക്കലും അല്ലേ. ഇപ്പം PSC മാരത്തോൺ ക്ലാസ്സുകൾ കൊണ്ട് തട്ടിയിട്ട് യൂട്യൂബ് നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ മറ്റേ മാരത്തോൺ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ 17 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കുന്നത് ആ ഒരു സംവിധാനത്തിൽ നമ്മൾ ഈ അയൺമാൻ എന്ന് പറയാം. അത്തരത്തിൽ 6 ഭൂഖണ്ഡങ്ങളിലായി നടന്ന അയൺമാൻ മത്സരം പൂർത്തിയാക്കി ചരിത്രം കുറിച്ച മലയാളിയാണ് സുരേഷ് സാംചാണ്ടി. ആലോചിച്ച് നോക്കുക. ഊണുമുറക്കമില്ലാതെ നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ചാണ്ടി അല്ലെ? ആര്? ഉമ്മൻചാണ്ടി. അപ്പൊ ആലോചിക്കുക, അദ്ദേഹത്തിന്റെ പേരുണ്ട് സുരേഷ് സാംചാണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും, സുരേഷ് സാംചാണ്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിമസ് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടോപ്പിക് കാണാം. മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കാൻ വേണ്ടി നോക്കൂ, നാസ വിക്ഷേപിച്ച ദൗത്യമാണ് 2026 ആർട്ടിമസ് 2. പഠിച്ചോ? മനുഷ്യനെ ചന്ദ്രനിൽ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കൊണ്ടുപോയിരുന്നു മുമ്പ് നാസ. ഇപ്പൊ ഒരുപാട് വർഷമായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും പോകുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കാലി പേടകത്തെ അതിലൂടെയൊക്കെ കൊണ്ടുപോയി. ആർട്ടിമസ് 1. ഇതാ രണ്ടാമത്തെ ട്രിപ്പിൽ പോകുമ്പോൾ 4 പേരെയും കൊണ്ടുപോയി. പക്ഷേ അവിടെ ഭ്രമണപഥത്തിൽ ചുറ്റി, അവിടെ ഇറങ്ങിയില്ല. നോക്കൂ, നമുക്ക് വായിക്കാം, പഠിക്കാം. എന്നാണ് ആർട്ടിമസ് 2 വിക്ഷേപിച്ചത്? 2026 ഏപ്രിൽ 1. ആശാ ഭോസ്ലെ അന്തരിച്ചത് ഏപ്രിൽ 12. മറക്കണ്ട, ഡേറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡൽഹി ഡെറാഡൂൺ ഇടനാഴി ഉദ്ഘാടനം ചെയ്തത് ഏപ്രിൽ 14 തീയതിയാണ്. ഏപ്രിൽ 29 തീയതിയാണ് നരേന്ദ്രമോദിജി ഗംഗ എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇങ്ങനെ ഏപ്രിൽ മാസ ഡേറ്റുകൾ, മെയ് മാസ ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് 10th പ്രിലിംസിന്. വിക്ഷേപണ വാഹനം സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ്, SLS എന്ന് പഠിച്ചു കേട്ടോ. SLS ആണ്, SSLC അല്ലേ, SLS ആണ്. ഇതിന്റെ പേടകം ഓറിയോൺ എന്ന് വിളിക്കാം. നമുക്ക് ഓറിയോൺ ആണ് പേടകം. ഓറിയോൺ അങ്ങോട്ട് പോയ സമയത്ത് ക്രൂ മൊഡ്യൂൾ എന്ന് വിളിക്കാം കേട്ടോ. വിക്ഷേപിച്ച സമയത്ത് ഓറിയോൺ ക്രൂ മൊഡ്യൂൾ. അപ്പൊ ഓറിയോൺ എന്ന് പഠിച്ചു വെക്കുക. ഓറിയോൺ, SLS ഓറിയോൺ. കിട്ടുമല്ലോ, ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ, ഓറിയോൺ. ആർട്ടിമസ്. കെനഡി സ്പേസ് സെന്റർ ഫ്ലോറിഡയിലാണ് ഇത് വിക്ഷേപിച്ചത്. ഇത് തിരിച്ചെത്തിയത് ഏകദേശം 10 ദിവസം. ആലോചിക്കുക, ഏപ്രിൽ 10 തീയതിയാണ്. നിങ്ങൾ ഒരു പക്ഷേ പഠിക്കുമ്പോൾ ഏപ്രിൽ 11 കാണാം. PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഇന്ത്യൻ ടൈം അല്ല കൊടുക്കുന്നെങ്കിൽ ഏപ്രിൽ 10 ആയിരിക്കും. ഇതിന്റെ ഒരു കാലാവധി അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 9 ദിവസവും 1 മണിക്കൂറും 32 മിനിറ്റും 15 സെക്കൻഡും. സെക്കൻഡ് ഒന്നും പഠിച്ചില്ലെങ്കിലും മക്കൾ ഇത് പഠിക്കണേ. ഒരു മണിക്കൂറുണ്ട്, 32 മിനിറ്റ്, 1.5 മണിക്കൂർ ആലോചിക്കുക. എന്ന് വെച്ചാൽ ഒരു ദിവസവും ഒരു 1.5 മണിക്കൂറും കിട്ടിയല്ലോ, 15 സെക്കൻഡും. ഒന്ന് വായിച്ച് നോക്കുക, നന്നായി പഠിക്കുക. ഇതിന്റെയൊക്കെ PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. 9 1 hour 32 minutes 15 സെക്കൻഡ്. നോക്കൂ, ഞാൻ 4 പേരെന്ന് പറഞ്ഞു, 4 പേരുടെ പേര് പറഞ്ഞില്ല. നമുക്കൊരു കുട്ടിയുണ്ട് അല്ലെ, ആലോചിക്കുക. ഹാൻഡ് ആലോചിക്കുക. ഹാൻഡ് സണ്ണ്, നമ്മുടെ സണ്ണിന്റെ ഹാൻഡില് അല്ലെങ്കിൽ ഹാൻഡില്, അങ്ങനെ ആലോചിക്കുക. ഹാൻഡ് സൺ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലൗ ഇടുന്നു. ഹാൻഡില് നമ്മുടെ സൺ, നമ്മുടെ മകനായിക്കോട്ടെ, ഹാൻഡില് നമ്മുടെ സൺ ഒരു ഗ്ലൗ ഇടുന്നു. അപ്പൊ ഗ്ലൗ ഇട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യാറിയോ? അവൻ ബുക്ക് എടുത്ത് വായിക്കുക. ഹാൻഡില് സണ്ണ് ഗ്ലൗ ഇട്ടുകൊണ്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് വായിക്കാൻ പറ്റൂടാ? ഉണ്ടോ? ഇല്ല. കാരണം ഗ്ലൗ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയൊരു ഗ്ലൗ ആലോചിക്കാം.
നമ്മളൊരു വീട്ടിൽ ഒരു വലിയ ഗ്ലൗ ഉണ്ട്. പൊതുവേ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് കുറയില്ലേ? കുറയും. അപ്പൊ ഹാൻഡിൽ സൺ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലൗ ഇട്ടുകൊണ്ട് റീഡ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഹാൻഡിൽ സണ്ണ് ഗ്ലൗ ഇട്ടുകൊണ്ട് റീഡ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. കിട്ടിയോ? ഹാൻഡിൽ സണ്ണ് ഗ്ലൗ ഇട്ടുകൊണ്ട് റീഡ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. എന്താ സംഗതി? ഹാൻസൺ ഒരാള്, ഗ്ലോവർ രണ്ടാമത്തെയാള്, റീഡ് വൈസ്മാൻ മൂന്നാമത്തെയാള്, ക്രിസ്റ്റീന കോച്ച് ക്രിസ്റ്റീന കൊച്ച്, ഞാൻ അങ്ങനെ ക്രിസ്റ്റീന കൊച്ച് എന്ന് വിളിക്കുക, മുമ്പേ പഠിപ്പിച്ച ഇത്. അപ്പൊ 4 പേര് ഇതാണ്. നമ്മുടെ കമാൻഡർ ആരെന്ന് ചോദിച്ചാൽ റീഡ് തവളകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാ? ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യില്ല, നിങ്ങൾക്ക് എന്തോ നഷ്ടമാണ് കമന്റ് ചെയ്താൽ. ഇവിടെ പൈസ തന്നെ കമന്റ് ചെയ്താൽ മതി. റീഡ് തവളകൾ കേട്ടിട്ടുണ്ടെ കമന്റ് ചെയ്യും. അപ്പൊ റീഡ് വൈസ്മാൻ ആണ് കമാൻഡർ, അമേരിക്കക്കാരനാണ്. 3 പേരും അമേരിക്കയാണ്, ഒരാൾ മാത്രം ഹാൻസൺ. നമ്മുടെ സൺ അവിടെ കാനഡയിലെ. ഇപ്പൊ ഒരുവിധം മക്കളൊക്കെ കാനഡയ്ക്ക് പോകും. അപ്പൊ നമ്മുടെ ആ ഹാൻഡില് സണ്ണ് ഇട്ടില്ല, ആ കുട്ടിയില്ല സൺ, ആ സൺ എവിടെയാണ്? കാനഡയിലാണ് കേട്ടോ. ഹാൻസൺ കാനഡയിലാണ്. ബാക്കി റീഡ് വൈസ്മാൻ കമാൻഡർ ആണ്. ഗ്ലൗ എന്ന് പറഞ്ഞാൽ പൈലറ്റ് ആട്ടോ. ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ. ചിലപ്പോൾ ചോദിക്കും, ഞാൻ ഇതാ സ്റ്റാർ ഇട്ട് വെക്കാം, സാറിന്റെ പേര് വിക്ടർ ഗ്ലോവർ. ഒരു കറുത്ത ഗ്ലൗ, നിറം പറയുന്നല്ലോ കേട്ടോ, പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണേ. അപ്പൊ കറുത്ത ഗ്ലൗ എന്ന് ആലോചിക്കാം. നമ്മുടെ കഥയ്ക്കകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാനഡയിലുള്ള നമ്മുടെ കുട്ടിയെ കുറിച്ച് പറയാം. കാനഡ എന്ന് കേട്ടാൽ കാനഡക്കാരനാണല്ലോ. അപ്പൊ അവിടെ കൂട്ടിച്ചേർക്കുക. കാനഡയിലുള്ള ആ ഹാൻഡിൽ സൺ എന്ത് ചെയ്യുന്നു? ഒരു കറുത്ത ഗ്ലൗ ഇടുന്നു. എന്നിട്ട് റീഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കമാൻഡിങ് ഒരു എന്താ പറയാ, ഒരു കമാൻഡർ പറഞ്ഞു വായിക്കാൻ. അപ്പൊ റീഡ് ചെയ്യുക, കമാൻഡർ പറഞ്ഞ് റീഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആലോചിക്കാം. അപ്പൊ റീഡ് എന്ന് കേൾക്കുമ്പോൾ കമാൻഡർ കിട്ടുമല്ലോ അല്ലെ? വായിച്ച പതിയില്ല, ക്രിസ്റ്റൽ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഏത്? ആ പെണ്ണ് വായിച്ച പോലെ കേട്ടോ. ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. അത് കിട്ടുമല്ലോ, ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ വനിത. അപ്പൊ ക്രിസ്റ്റൽ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. മിഷന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ജെറാമി ഹാൻസൺ. ഇത്രയും കൺസെപ്റ്റ് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വിട്ട് കളയാട്ടോ. നല്ല ചളി കോഡായിരിക്കും, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിക്കോടെ വിചാരിച്ചിട്ടാ. നല്ല കോഡാണെങ്കിൽ കമന്റ് ചെയ്യും. അപ്പൊ 4 പേർ ഒന്നിച്ച് ഡീപ് സ്പേസിൽ എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്ത് സഞ്ചരിക്കുകയാണ്. ഓക്കെ. മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ദൗത്യം എന്ന റെക്കോർഡ് ആർട്ടിമസ് 2 സ്വന്തമാക്കി. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ദൗത്യം. മനുഷ്യൻ ബഹിരാകാശത്ത് സഞ്ചരിച്ച ഏറ്റവും കൂടിയ ദൂരം എന്ന 1970 അപ്പോളോ 13 ദൗത്യത്തിന്റെ റെക്കോർഡ് ആർട്ടിമസ് 2 സംഘം തിരുത്തി കുറിച്ചു. ആർട്ടിമസ് 2 ദൗത്യത്തിൽ ഭൂമിയിൽ നിന്നും കൈവരിച്ച പരമാവധി ദൂരം എത്രയാണെങ്കിൽ 2,52,756 മൈലാണ്. എത്രയാണ്? 2,52,756 മൈൽ. നിങ്ങൾ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. ജസ്റ്റ് ഓർമ്മ ഉണ്ടാവണേ പരീക്ഷയ്ക്ക്. അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ ചോദിക്കുകയാണെങ്കിൽ നോക്കൂ, 4,06,771. 4,06,771. ഇത് ഏകദേശമാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടിയ ഇത് വെച്ചിട്ടാണ് ഞാൻ തരുന്നത്. 4,06,771 കിലോമീറ്റർ. 4 ലക്ഷം അല്ലെങ്കിൽ മൈലിന്റെ കേസിലാണെങ്കിൽ 2,52,756 മൈൽ. ചന്ദ്രന്റെ മറുപുറത്തോട് ചേർന്നുള്ള തിളക്കമുള്ള ഗർത്തത്തിന് ആർട്ടിമസ് 2 യാത്രികർ നൽകിയ പേര് കരോൾ എന്നാണ്. കരളിന്റെ കരളല്ല, നമ്മുടെ ക്രിസ്മസ് വരുന്ന കരോളുണ്ട്. എന്തെങ്കിലും ആലോചിച്ചോളൂ. അവിടെ നല്ല തിളക്കമുള്ളത് കൊണ്ട് ഇവര് വിചാരിച്ചു ക്രിസ്മസ് ആണെന്ന്. ചന്ദ്രന്റെ മറുപുറത്ത് ചേർന്നുള്ള തിളക്കമുള്ള ഗർത്തത്തിന് ആർട്ടിമസ് 2 യാത്രികർ നൽകിയ പേരാണ് കരോൾ. ആലോചിക്കുക. ആർട്ടിമസ് 2 ദൗത്യത്തിലെ മിഷൻ കമാൻഡറായ റീഡ് വൈസ്മാൻ പകർത്തിയ ഒറ്റ ഫ്രെയിമിലുള്ള ആദ്യ ചിത്രത്തിന് നൽകിയ പേര് ഹലോ വേൾഡ്. ആലോചിക്കുക, രസമല്ല പഠിക്കാൻ. അവിടെ ചന്ദ്രന്റെ മറുപുറത്ത് ചേർന്നുള്ള തിളക്കമുള്ള ഗർത്തത്തിന് കരോൾ എന്ന് പേരിട്ടോ. അതുപോലെ തന്നെ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ ഒരു ഫ്രെയിമിലുള്ള ഭൂമിയുടെ ആദ്യ ചിത്രം എടുത്തു. ചന്ദ്രനിലെത്തി ഞങ്ങളെ, എന്നാ ഭൂമി ഒന്ന് നോക്കാം, ക്ലിക്ക്, ഹലോ വേൾഡ്. അതാണ് ആ ചിത്രത്തിനുള്ള പേര്. ഫോട്ടോ കൂടെ കാണാം, ഗൂഗിളിൽ നിന്ന് കിട്ടിയാണ്. തെറ്റോ ശരി എനിക്ക് അറിയില്ല. അപ്പൊ അത് നിങ്ങൾ നോക്കുക. എന്റെ പിറകിലുണ്ടാവും, PDF വായിച്ചോക്കും കാണാൻ പറ്റും. ആർട്ടിമസ് 2 യാത്രികർ പുറത്തുവിട്ട ചന്ദ്രന്റെ ആകാശത്ത് ഭൂമി അസ്തമിക്കുന്നത് കാണിക്കുന്ന ചിത്രത്തിന് നൽകിയ പേരാണ് എർത്ത് സെറ്റ്. അപൂർവ സൂര്യഗ്രഹണം ബഹിരാകാശത്ത് വെച്ച് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന അത്യപൂർവ ദൃശ്യം ആര് ക്യാമറയിൽ പകർത്തുകയാണ്? ആർട്ടിമസ് 2 അംഗങ്ങൾ പകർത്തുകയാണ്. സൂര്യന്റെ കൊറോണ ദൃശ്യമാവുന്ന ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉൽക്കാപതനങ്ങൾ, ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് 6 തവണ ഉൽക്കകൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശങ്ങൾ നേരിട്ട് ഇവർ നിരീക്ഷിക്കുകയാണ്. ചന്ദ്രനിലെ പുരാതന ലാവാ പ്രവാഹങ്ങൾ, വൻ കുഴികൾ, ഉപരിതലത്തിലെ വിള്ളലുകൾ എന്നിവയെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് ആണ് സ്പ്ലാഷ് ഡൗൺ.
ദൗത്യ സംഘം അന്തരീക്ഷത്തിൽ അങ്ങനെ തിരിച്ചു വരികയാണെ. പ്രവേശിച്ചത് മുതൽ സമുദ്രത്തിൽ പതിക്കുന്നത് വരെയുള്ള 15 മിനിറ്റ് നീണ്ട പ്രക്രിയയാണ് സ്പ്ലാഷ് ഡൗൺ എന്ന് വിളിക്കുന്നത്. ഇതെവിടെയായിരുന്നു ഇവർ തിരിച്ചു വന്നത്? പസഫിക് സമുദ്രത്തിൽ അല്ലേ. അപ്പൊ സാന്റിയാഗോ തീരത്തിന് സമീപം നോട്ട് ചെയ്ത് വെച്ചേക്കണം. തിരിച്ചിറങ്ങിയ പേടകത്തിന് ഒരു പ്രത്യേക പേര്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓറിയോൺ പേടകത്തിലാണ് അങ്ങോട്ട് പോയത് അല്ലെ. അപ്പൊ ആ ഓറിയോൺ തന്നെയാണ് പേടകത്തിന്റെ പേര് ആക്ച്വലി. പക്ഷെ ഇവർ തിരിച്ചിറങ്ങിയ ആ ഒരു സംഗതി ആ സമയത്ത് നാസ അതിന് വിശേഷിപ്പിച്ചത് ഇന്റഗ്രിറ്റി പേടകം എന്നാണ്. അപ്പൊ തിരിച്ചിറങ്ങിയ പേടകത്തിന്റെ പേര് ഈ ദൗത്യത്തിന് മാത്രമായി പ്രത്യേകം നാസ നൽകിയത് ഓറിയോൺ അഥവാ ഇന്റഗ്രിറ്റി പേടകം എന്നാണ്. ഇനി നമ്മൾ ആർട്ടിമസ് 2 കുറിച്ചാണ് 2026 ഏപ്രിൽ 1 പോയിട്ട് ഏപ്രിൽ 10 വന്ന കഥ പറഞ്ഞത്. അതുപോലെ തന്നെ ആലോചിക്കുക, 2022 ഒന്നാമത്തത് 22, രണ്ടാമത്തത് 26. മറക്കണ്ടേ, ആർട്ടിമസ് 1 വിക്ഷേപിച്ച 2022 നവംബർ 16 എന്നായിരുന്നു അത് തിരിച്ചു വന്നത് ഡിസംബർ 11 മനുഷ്യരില്ലാതെ ഓറിയോൺ പേടകത്തിന്റെ അന്ന് അയച്ചത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ച് സുരക്ഷിതമായി തിരിച്ചിറക്കി. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചേ. 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ എൻജോയ് ചെയ്യണ്ടേ? ജോലി കിട്ടിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യണം. ആലോചിക്കുക, 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ എൻജോയ്. വി പി ജോയ് 11 ചോദിച്ചാൽ കെ മോഹൻദാസ് ആണ് അല്ലെ. സർക്കാർ ജോലിയിൽ കയറാൻ മോഹമാണ്, മോഹം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, പിന്നെ ഫുൾ ജോയ്. സൈക്കിളിൽ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ദിവ്യ സിംഗ് ആണ്. ദിവ്യ നല്ല ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ ആ കുട്ടിക്ക്, എന്തോ ഒരു ദിവ്യയാണ് അവള്. അതുകൊണ്ടാണ് അവള് സൈക്കിളിൽ എവിടെ പോയത്, നമ്മൾ സൈക്കിളിൽ തൊട്ടപ്പുറത്ത് അങ്ങാടി തന്നെ പോയാൽ. അപ്പൊ ദിവ്യ സൈക്കിളില് എവറസ്റ്റ് എവിടെ എത്തുന്നു? ബേസ് ക്യാമ്പിലെത്തുന്നു, ആദ്യത്തെ ഇന്ത്യൻ വനിത. അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരുമായിരുന്ന വ്യക്തി. ചോദിക്കും എക്സാമിന്, യുറീക്കയുടെ മാസികയുടെ ഒക്കെ സ്ഥാപക പത്രാധിപർ ആരാണ്? ടി.ആർ. ശങ്കുണ്ണി. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു കൃതിയുണ്ട്, അതാണ് വായുവിന്റെ കഥ. അപ്പൊ വായുവിന്റെ കഥ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ടി.ആർ. ശങ്കുണ്ണി വരണം. കേട്ടല്ലോ, ശങ്കുണ്ണി, വായുവിന്റെ കഥ. സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഹിതോപദേശ കഥകളും വായുവിന്റെ കഥകളും അതുപോലെ തന്നെ വേദസാക്ഷി, അടുത്തൊരു കൃതിയാണ് വേദസാക്ഷി കേട്ടോ. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് വേദസാക്ഷി, ഹിതോപദേശ കഥ, വായുവിന്റെ കഥ, യതിഭംഗം, നക്ഷത്ര ബംഗ്ലാവ്. വേണമെങ്കിൽ ഇതൊക്കെ ഒരു കോഡാക്കാം. ഇപ്പൊ ശങ്കുണ്ണി, വായുവിന്റെ കഥ, ഹിതോപദേശ കഥകൾ, വേദസാക്ഷി, യതിഭംഗം, നക്ഷത്ര ബംഗ്ലാവ് എന്നതാ ഓർത്ത് വെച്ചേക്കട്ടോ. ഈ നക്ഷത്ര ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ മാപ്പിള കലാപത്തിന് ഇരയായവരുടെ ജീവിതം പരാമർശിച്ച കൃതിയാണ്. ടെമ്പോ ട്രാവലർ മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 5 അധ്യാപകരടക്കം 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ ചുരം, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ വാൽപ്പാറ ചുരത്തിന് വെച്ച് ഒരു അപകടം നടന്നു. എന്നായിരുന്നു അപകടം നടന്നത്? ഡേറ്റ് നോക്കണേ. ഏപ്രിൽ 17. നമ്മൾ ഒരുപാട് ഡേറ്റുകൾ പറയുന്നുണ്ട്, ഡേറ്റുകൾ ഓർത്ത് വെക്കണം. ആശാ ഭോസ്ലെ അന്തരിച്ചത് ഏപ്രിൽ 12 പറഞ്ഞു. നമ്മുടെ ഒരു ദാരുണമായ കേരളത്തിൽ ഒരു അപകടം നടന്നത് ഏപ്രിൽ 17 ആയിരുന്നു. ലോകസഭയിൽ പരാജയപ്പെട്ട, ഇത് ഞാൻ എടുത്തു കൊടുത്തത്, വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. 2026 ഏപ്രിൽ 17 ആയിരുന്നു അവതരിപ്പിച്ചത്. ഏപ്രിൽ 17 നിങ്ങൾക്കറിയാം ലോകസഭ നിലവിൽ വന്നത്. ഇപ്പോഴല്ല, 1952 ഏപ്രിൽ 17 ലോകസഭ. ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ. ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. അപ്പൊ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനമാണ്. മുമ്പ് ലോകസഭ 1952 നിലവിൽ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭ നിലവിൽ വന്നത് നിങ്ങൾ കമന്റ് ചെയ്തേ. രാജ്യസഭ എന്നാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ലോകസഭ ഏപ്രിൽ 17 1952. രാജ്യസഭ നിങ്ങൾ കമന്റ് ചെയ്യണം. അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഇത് ലോകസഭയിൽ പരാജയപ്പെട്ടു, വോട്ടിനിട്ട് കൊണ്ട് പരാജയപ്പെട്ട ഏപ്രിൽ 17. ഓക്കെ, സമുദ്രതീരങ്ങളിലെ സമുദ്ര താപ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായി കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയിസ് പുതുതായി ആരംഭിച്ച സംവിധാനമാണ് മഹാസ്. സമുദ്രങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മഹാസ് ആണ്. MHAS മഹാസ്, മെറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. ഓക്കെ, മഹാസ് കടലിൽ സമുദ്രം കിട്ടും. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ചോദിച്ചിട്ടുണ്ട് മുമ്പ്, അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് വെക്കണം. മികച്ച നടൻ മോഹൻലാലാണ്. ഇത് സ്റ്റേറ്റ് അവാർഡ് അല്ല കേട്ടോ, ഇത് ഒരു അല്ലാത്ത അവാർഡാണ്. എന്നാലൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, സംസ്ഥാന സിനിമാ പുരസ്കാരം, ദേശീയ സിനിമാ പുരസ്കാരം ഒക്കെ ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ സ്ട്രൈക്കർക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ 2ാമത് ചാനലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വീഡിയോസ് നോക്കിയാൽ അത് കാണാൻ പറ്റും കേട്ടല്ലോ.
അപ്പൊ നോക്കൂ, മികച്ച നടൻ മോഹൻലാലാണ് ക്രിട്ടിക്സ് അവാർഡ്. മികച്ച നടി കല്യാണി പ്രിയദർശനും അനശ്വര രാജനുമാണ്. ക്രിട്ടിക്സ് കല്യാണി പ്രിയദർശൻ, അനശ്വര രാജൻ, മോഹൻലാൽ നടൻ. സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് അരുണാണ്. ലോക എന്ന് പറയുന്ന കല്യാണി അഭിനയിച്ച ആ സിനിമ ലോക, അതിന്റെ സംവിധായകനാണ് ഡൊമിനിക് അരുൺ. അദ്ദേഹമാണ് മികച്ച സംവിധായകൻ. അപ്പൊ നടനെ കിട്ടി, നടികൾ രണ്ടുപേരാണ് നടിയായിട്ട്. എന്നാൽ സിനിമ ചോദിച്ചാല് ഈ പറഞ്ഞ ലോകയല്ല, ഇത് എക്കോ എന്ന് പറയുന്ന സിനിമയാണ്. കുറച്ച് പട്ടികളും ഒരു നടനൊക്കെ ഉള്ള സിനിമ പറഞ്ഞില്ലെങ്കിൽ സംവിധാനം ദിൻജിത്ത് അയ്യന്താൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എക്കോ സിനിമയുടെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ. മികച്ച ജനപ്രിയ സിനിമ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സിനിമ അല്ല, സർവമായാണ് ഈ പറഞ്ഞ ജനപ്രിയ ചിത്രം. മികച്ച തിരക്കഥ ചോദിച്ചാൽ രാജേഷ് തില്ലങ്കരിയാണ്. മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കരി. ഈ അടുത്ത് PSC ബുള്ളറ്റിനൊക്കെ വിവാദമായ ഒരു സംഗതിയാണ്. അപ്പൊ രാജേഷ് തില്ലങ്കരി മികച്ച തിരക്കഥയാണ്. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് കിട്ടിയത് പ്രിയദർശനാണ്. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ്സ് കിട്ടിയത് പ്രിയദർശനും. മികച്ച ചലച്ചിത്ര രത്നം പുരസ്കാരം കിട്ടിയത് MG ശ്രീകുമാറിനുമാണ്. ചലച്ചിത്ര രത്നം MG ശ്രീകുമാർ, ജൂബിലി പ്രിയദർശൻ. ചലച്ചിത്ര രത്നം MG ശ്രീകുമാർ, ജൂബിലി പ്രിയദർശൻ. ഓക്കെ ആണല്ലോ. നടനും നടിമാരും, മികച്ച സിനിമ എക്കോയും, മികച്ച സംവിധായകൻ ഡൊമിനിക് അരുൺ അഥവാ ലോകയുടെ സംവിധായകൻ. ജനപ്രിയ സിനിമ സർവമായ. പഠിച്ചു വെച്ചേക്കണേ, ഞാനൊന്ന് മാറ്റി കൊടുത്തേ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ലാലേട്ടനെ കാണാം, അനശ്വരയെ കാണാം, കല്യാണിയെ കാണാം. ജനപ്രിയ ചിത്രം നോക്കൂ, സർവമായാണ്. മികച്ച ചിത്രം എക്കോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ. ഇതാണ് നടൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഡോഗ്സുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. ചലച്ചിത്ര രത്നം MG ശ്രീകുമാർ, ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് പ്രിയദർശൻ. മികച്ച സംവിധായകൻ ഡൊമിനിക് അരുൺ, ലോകയുടെ സംവിധായകൻ. മക്കളെ, ഞാൻ പറഞ്ഞു ക്ലാസ് നിങ്ങൾ യൂട്യൂബിലുണ്ട്, കാണണം കേട്ടോ. അതിന്റെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട്. ഇതിന് ശേഷം ഞാൻ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡിന്റെ ഒക്കെ വീഡിയോ ലിങ്ക് കൊടുക്കാം. നോക്കൂ, ദേശീയ പുരസ്കാരത്തിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് 1 എന്ന് നമ്പർ ഇട്ടിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ, പഠിച്ചവരുണ്ടെങ്കിൽ. 71ാമത് ദേശീയ പുരസ്കാരത്തിലെ മികച്ച സിനിമ. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന മഹാത്മാ ജ്യോതിറാവു ഫുലെയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ്? 2026 ഏപ്രിൽ 11. പാർക്കിൻസൺ ദിനമാണ് അല്ലെ. ഏപ്രിൽ 17 ഹീമോഫിലിയ, 11 പാർക്കിൻസൺ. അപ്പൊ ഏപ്രിൽ 11 2026 മഹാത്മാ ജ്യോതിറാവു ഫുലെയുടെ എത്രാമത് ജന്മവാർഷികമാണ് ആഘോഷിച്ചാൽ? 199. ഒരു വെറൈറ്റി അല്ലേ. 200 100 എന്നൊക്കെ കിട്ടണം. 199. ഇദ്ദേഹം 1827 ഏപ്രിൽ 11 ജനിച്ചത്. അപ്പൊ 199 ആയിട്ടുള്ളൂ. സത്താറയിൽ ജനിച്ചു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങളോട് എപ്പോഴും PSC ചോദിക്കാറ് ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് സത്യശോധക് സമാജ്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. സത്യം ചെയ്യാൻ ഇവിടെ തീന്റെ അല്ലെ ഒരു ജ്യോതി തീ കത്തിച്ചിട്ട് ജ്യോതിയുടെ മുമ്പിൽ സത്യം ചെയ്യും. അപ്പൊ ആലോചിക്കുക, സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ അല്ലെ. നമ്മുടെ മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തെയാണ്. മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ കിങ്. ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. ജ്യോതിബ ഫുലെ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ഗുലാംഗിരി ഇഷാര. രണ്ടും PSC ചോദിച്ചിട്ടുണ്ട്. ഗുലാംഗിരി ഇഷാര. നമുക്കറിയാം BR അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരുവാണ്. ദളിത് എന്ന പദം ഉപയോഗിച്ച BRന്റെ ഗുരുവായിട്ടുള്ള ഗുലാംഗിരിയും ഇഷാരയും എഴുതിയ മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ കിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജ്യോതിബ ഫുലെ അഥവാ ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവെന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ആരാണ്? ധനഞ്ജയ് കീറാണ് ചോദിക്കും. ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് വിതൽ റാവു കൃഷ്ണജി വടേക്കർ ആണ്. ഇതും PYQ ആണ്. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് വിതൽ റാവു കൃഷ്ണജി വടേക്കർ ആണ്. നിങ്ങൾ വിചാരിക്കും കറണ്ട് അഫയേഴ്സിൽ എന്താണ് ഇതൊക്കെയാണ്, ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് ഇവരുടെ ഭാര്യ സാവിത്രി ഫുലെ. സാവിത്രി ഫുലെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണെന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. നമുക്ക് തിരിച്ച് കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. 48ാമത് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള സിനിമ. മോസ്കോയിൽ പോയിട്ട് മോഹം. മോസ്കോ അല്ലെങ്കിൽ മോസ്കിൽ പോകാൻ മോഹം, അമ്പലത്തിൽ പോകാൻ മോഹം അല്ലെ, ചർച്ചിൽ പോകാൻ മോഹം, മോസ്ക് പോകാൻ മോഹം. ഫാസിലാണല്ലോ അല്ലെ, ഒരു മുസ്ലിം നാമധേയമാണ് ഫാസിൽ റസാഖ്. ഫാസിലിനെ മോസ്കിൽ പോകാൻ മോഹം കിട്ടുമോ? ഒരു മാർക്ക് കിട്ടും, തീർച്ചയായിട്ടും മോഹിച്ചോ. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ മക്കളെ നിങ്ങൾ സർക്കാർ ജോലിക്കാരാകും. 2028-29 വർഷം നിങ്ങൾ ജോലിക്കാരായിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ഉറപ്പുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി കഷ്ടപ്പെട്ട് പഠിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ദിവസം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊള്ളയടിക്കരുത്. ആരെ? നമ്മളെ തന്നെ, ജനങ്ങളുടെ പൈസയെ അല്ലെ. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ
ആരായിരുന്നു? നമ്മുടെ ദീർഘകാലം കേരളത്തിൽ ഗവൺമെന്റ് സർവീസിൽ സേവനമനുഷ്ഠിച്ച ബിജു പ്രഭാകർ സാറിന്റെ പുസ്തകമാണ് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ. ബിജു പ്രഭാകർ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയെ പ്രഖ്യാപിച്ചത് സിക്കിം. സിക്കിം ലോട്ടറി കിട്ടുന്നുണ്ടാവും. സിക്കിം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി. 1 മാർക്ക് സിക്കിം. ഉറപ്പാണ് പഠിക്കണം. കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലില് യോഗ്യത നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി. ആദ്യം മുമ്പ് കൊനേരു ഹംപി ആയിരുന്നു. ഓർത്ത് വെച്ചേക്കണം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യോഗ്യത നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലിയാണ്. ആദ്യം കൊനേരു ഹംപിയാണ്. 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആർ വൈശാലിയാണെന്ന കാര്യവും ഓർത്ത് വെച്ചേക്കണം. 2026 ഏപ്രിൽ സ്പെയിനിൽ വെച്ച് നടന്ന മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരം നിഹാൽ സരീനാണ്. 2026 ഏപ്രിൽ സ്പെയിനിൽ വെച്ച് നടന്ന മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായത് നിഹാൽ സരീനാണ്. വാടകയുമായി ബന്ധപ്പെട്ട പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ 100 സായാഹ്ന കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വാടകയുമായി ബന്ധപ്പെട്ട പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ 100 സായാഹ്ന കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ ആർമിയുടെ കീഴിൽ നടന്ന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ അഭ്യാസമായ ജൽ റാഹത്ത് ഗുവാഹത്തി എക്സസൈസ് ജൽ റാഹത്ത് ഗുവാഹത്തി. വാടകയുമായി ബന്ധപ്പെട്ട വിഷയം മഹാരാഷ്ട്ര ഒരുപാട് വീടും റൂമൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് വാടക വിഷയമൊക്കെ മഹാരാഷ്ട്രയിലാണ്. 2025 യുണൈറ്റഡ് നേഷൻസ് യങ് ചാമ്പ്യൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി മോദി. നോക്കൂ, മോദിക്ക് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ അവാർഡും കിട്ടുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോദിജിയുടെ പേര് തന്നെയുള്ള ഒരു കുട്ടിയാന്ന് ചിന്തിക്കുക. ജനലിൽ നിൽക്കുന്ന മോദിക്ക്, അല്ലെങ്കിൽ ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കുന്ന മോദിക്ക് എന്ത് കൊടുത്തു? ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കി നമ്മൾ പരിസ്ഥിതി കാണൂലടാ, പുറത്തുള്ള പ്രകൃതി ഭംഗി കാണൂലേ. അപ്പൊ യുഎന്നിന്റെ യങ് ചാമ്പ്യൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം ഓഫ് ദി എർത്ത് കിട്ടിയത് ജനലിന്റെ മുകളിൽ നിൽക്കുന്ന മോദിക്കാണ്. 1 മാർക്ക് കോഡാണ്. സംസ്ഥാനത്തെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായി കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച സംസ്ഥാനതല മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. 300 വർഷത്തിലധികം ഓപ്പറേഷൻ എർത്ത് ഗാർഡ് മറക്കണ്ടേ. 300 വർഷത്തിലധികം പഴക്കമുള്ള പോലീസ് അമ്പലം എന്നറിയപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ മുതലക്കുളത്താണ്, കോഴിക്കോട്. ഒക്കെയുള്ള പോലീസ് അമ്പലം കേരളത്തിൽ പോലീസ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഏക ക്ഷേത്രമാണിത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷനാണ് ക്ഷേത്ര ഭരണ സമിതിയുടെ അധ്യക്ഷൻ. ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതി ആരോഗ്യവനം. അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച കർണാടകയിലെ ഗുഹയാണ് യാന ഗുഹകൾ. യാന. അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത് കർണാടകയിലെ ഏതാണ്? യാന ഗുഹകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്ഥാപിക്കുന്നത് ധൊലേരയിലാണ്, ഗുജറാത്തിലെ. സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. അടുത്തിടെ ഗവേഷകർ മേഘാലയയിലെ വെസ്റ്റ് ഗാരോ ഹിൽ ജില്ലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുഴിപ്പാനി പാമ്പ്. ഒരു പ്രത്യേക പാമ്പാണ്. കണ്ട നിങ്ങൾ എന്റെ പിറകിൽ ഫോട്ടോ കാണുന്നത്, എനിക്ക് എന്തോ ആകുന്നുണ്ട്. നല്ല പേരാണ്, കലാമരിയ ഗാരോയെൻസിസ്. പല വള്ളിക്കെട്ടെന്നോ മൂർക്കെന്നോ അണുവിന്നൊക്കെ എന്തൊരു സുഖം ഉണ്ടായിരുന്നു. ഗവേഷകർ മേഘാലയയിലെ വെസ്റ്റ് ഗാരോ ഹിൽ ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കുഴിപ്പാനി പാമ്പാണ്. എന്ത് പാമ്പെന്ന് എനിക്കറിയില്ല. കാലമാടൻ പാമ്പെന്നോ? കാലനാണ്, മരിക്കും. ഇത് കടിച്ച ആലോചിച്ചാൽ ഈ പാമ്പിനെ കണ്ടാൽ മേഘാലയയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയ പാമ്പിനെ ചോദിച്ചാൽ കാലനാണ്, മരിക്കും എന്നറിയാം കേട്ടോ. കാല മരിക്കും. ഗാരോ കുന്ന കിട്ടിയത് ഗാരോ ഹില്ലല്ലേ. അപ്പൊ ഗാരോയെൻസിസ്. എന്ത് രസാ പഠിക്കാൻ. കാല മരിച്ചു പോകും ഗാരോയെൻസിസ്. ഗാരോയെൻസിസ്. എന്തത്? ഇതാണ് യാന കേവ്സ്. കണ്ടോ നിങ്ങള്? കർണാടകയിൽ നിന്നും ജിയോളജിക്കൽ രീതിയിലേക്ക് ഹെറിറ്റേജ് സൈറ്റായി മാറിയ യാന. മേഘാലയയിലെ ക്യാബിനറ്റ് മേഘാലയ ഔദ്യോഗിക ഭാഷ ഓർഡിനൻസ് 2026 അംഗീകരിച്ചതോടെ ഇംഗ്ലീഷിനൊപ്പം പൂർണ്ണ ഔദ്യോഗിക ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മേഘാലയയിലെ ഗാസി ഗാരോ കുന്നുകളിലെ അവിടുത്തെ ഭാഷയാണ് ഗാസി ഗാരോ ഭാഷ. 2024 ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ടൈം മാഗസിനിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ നടൻ രൺബീർ കപൂർ ആണ്. ടൈം മാഗസിൻ 2024 100
ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരേ ഒരു ഇന്ത്യൻ നടൻ. മഹാനദി ജലതർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മഹാനദി ഒഡീഷയും ഛത്തീസ്ഗഡുമാണ്. ഒഡീഷയും ഛത്തീസ്ഗഡും മഹാനദിയുടെ ഇഷ്യൂ. മഹാനദി ആലോചിക്കുക, എത്രയാണ് മഹാനദിയുടെ നീളം? മഹായുദ്ധം നടന്ന 857 അല്ലേ? അപ്പൊ അതുകൊണ്ട് 1857. അപ്പൊ നമുക്ക് മഹാനദിയുടെ നീളം 857 പറയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലല്ലേ? 2026 ഏപ്രിൽ അന്തരിച്ച മയോസാന്ത, അതൊരു വിളിയാണ്, നമുക്കറിയാത്ത ഭാഷയോട് വേണ്ട, നമുക്കറിയുന്ന ഭാഷ മലയാളം. വിശുദ്ധ കൈ, വല്ലാത്തൊരു കൈയാണ്. അല്ലെങ്കിൽ ഹോളി ഹാൻഡ് എന്നറിയപ്പെടുന്ന പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ താരം. വിശുദ്ധ കൈ എന്നറിയപ്പെടുന്ന വല്ലാത്തൊരു കൈയാണ്, ഗംഭീര പ്ലെയർ ആണെന്ന് അറിയിക്കുക. അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഓസ്കാർ ഷ്മിഡ് ആണ്. നോക്കൂ, വിശുദ്ധ കൈ എന്നറിയപ്പെടുന്ന ബാസ്കറ്റ്ബോൾ എറിയുന്ന ഓസ്കാർ കൊടുക്കേണ്ട കളിയെ കളിക്കുക. ഓസ്കാർ എന്ന് പറഞ്ഞാൽ സിനിമക്കാർ കൊടുക്കുക, പക്ഷെ ഓസ്കാർ നിങ്ങൾ ആലോചിക്കുക. അടുത്ത നമ്മൾ ഓസ്കാർ പഠിക്കാൻ പോട്ടോ. അപ്പൊ ഓസ്കാർ ഷ്മിഡ് 2026 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് രാജശ്രീയാണ്. പത്മപ്രഭ ആർ രാജശ്രീ, പത്മപ്രഭ പുരസ്കാരം ആർ രാജശ്രീ. സാഹിത്യ പുരസ്കാരങ്ങൾ മാത്രം ഒരു ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ സാഹിത്യ പുരസ്കാരങ്ങൾ മാത്രം നൽകും കേട്ടോ. പരമ്പരാഗത പഠന രീതിയും QR കോഡ് അധിഷ്ഠിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാള പാഠപുസ്തകമാണ് അക്ഷരം. പരമ്പരാഗത പഠന രീതിയും QR കോഡ് അധിഷ്ഠിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാളം പാഠപുസ്തകമാണ് അക്ഷരം. നമുക്ക് ഓസ്കാർ പഠിച്ചാലോ? ഓസ്കാർ ഷ്മിഡ് ആണ് വിശുദ്ധ കൈ എന്നറിയപ്പെടുന്ന പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ. ഈ അടുത്ത് മരിച്ചു ഓസ്കാർ ഷ്മിഡ്. ഓസ്കാർ 2026 രസകരമായി നോക്കാം. 2026 98ാമത് ഓസ്കാർ അവാർഡാണ് നടന്നത്. 98 കൃത്യമായിട്ട് പഠിക്കണം. 98 ഓസ്കാർ ചടങ്ങിൽ പറഞ്ഞിരുന്നു. ഓക്കെയാണ്. അപ്പൊ സംഖ്യകൾ ശ്രദ്ധിക്കണം. അപ്പൊ 98ാമത് ഓസ്കാറിൽ പോയത് പ്രിയങ്ക ചോപ്രയാണ്, മാഡം പ്രിയങ്ക ചോപ്ര. ഇനി നമുക്ക് നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിലിംസിന് പഠിക്കാം. സിനിമ, നടന്, നടി, സംവിധാനം, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സിനിമ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സിനിമ ചോദിച്ചാൽ നന്നായി പഠിക്കുക. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് കേട്ടോ. 2026 ഓസ്കാർ കിട്ടിയ മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ ചോദിച്ചാൽ ഇതേ സിനിമയുടെ സംവിധായകനാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. രണ്ടും പഠിച്ചോ. ആൻഡേഴ്സൺ, പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടൻ ചോദിച്ചാൽ മൈക്കിൾ ബി ജോർദാൻ. ഇതിനൊക്കെ കോഡാക്കിയിട്ട് ഞാൻ ടെലഗ്രാം ക്ലാസ്സിൽ, പ്രത്യേക കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. മൈക്കിൾ ബി ജോർദാൻ. അതുപോലെ തന്നെ ആൻഡേഴ്സൺ സംവിധായകൻ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ സിനിമ മൈക്കിൾ ബി ജോർദാൻ. പഠിച്ചു വെക്കുക. സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഈ മൈക്കിൾ ബി ജോർദാൻ അഭിനയിച്ചത്. അദ്ദേഹത്തിന് മികച്ച നടൻ. ജോർദാൻ നടൻ, ആൻഡേഴ്സൺ സംവിധായകൻ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ സിനിമ. നടി ചോദിച്ചാൽ ജെസി. ജെസി മതിയടാ, ജെസി ബാക്ലി ഒന്നും വേണ്ട അല്ലേ? അപ്പൊ നോക്കൂ, നടൻ ചോദിച്ചാൽ ജോർദാൻ. ജോർദാൻ എന്നൊരു രാജ്യല്ലേ ഉണ്ട്. ജോർദാൻ നടനും അതുപോലെ തന്നെ നടി ജെസിയും. ജെസി ജോർദാൻ, ജെസി ജോർദാൻ, ജെസി ജോർദാൻ അല്ലേ? കിട്ടും. ജെസി ജോർദാൻ, ആൻഡേഴ്സൺ, വൺ ബാറ്റിൽ. വൺ ബാറ്റിൽ, ആൻഡേഴ്സൺ, ജോർദാൻ, ജെസി. വൺ ബാറ്റിൽ, ആൻഡേഴ്സൺ, ജോർദാൻ, ജെസി. അത് മതിയടാ, മതി. അപ്പോ സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നമ്മുടെ ജോർദാന് മികച്ച നടനാണ്. സിന്നേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണാം, എന്റെ പിറകിൽ കാണുന്നുണ്ട്. എന്താ പ്രത്യേകത? നിങ്ങൾക്ക് ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് നോമിനേഷൻ കിട്ടിയത് ഈ സിനിമയ്ക്കാണ്. സിന്നേഴ്സ്. ചെറുതെന്ന് പേരേ ഉള്ളൂ, സിന്നതല്ല, വലിയതാണ്. 16 നോമിനേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ജെസി അഭിനയിച്ചത് ഹാംനെറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അത് ക്ലോയി ഷാവോ ആണ് സംവിധാനം ചെയ്തത്. സിന്നേഴ്സ് സംവിധാനം ചെയ്തത് റയാൻ, അവിടെ എഴുതിയിട്ടുണ്ട്, റയാൻ കൂഗ്ലർ ആണ്. റയാൻ കൂഗ്ലർ ആണ് സിന്നേഴ്സിന്റെ സംവിധായകൻ. റയാൻ കൂഗ്ലർ. നോക്കൂ, ജെസിയുടെ പ്രത്യേകത. ജെസി മികച്ച നടിക്കുള്ള അവാർഡ് ഓസ്കാർ കിട്ടുന്ന ആദ്യത്തെ ഐറിഷ് താരമാണ് ജെസി. മികച്ച സഹനടനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് സീൻ പാൻ. സഹനടൻ സീൻ, സഹനടി ആമി. സഹനടൻ സീൻ, സഹനടി ആമി. സീൻ ആമി, ജെസി ജോർദാൻ. എന്ത് രസാ പഠിക്കാൻ? ജെസി ജോർദാൻ, സീൻ ആമി, ജെസി ജോർദാൻ, ജെസി ജോർദാൻ, സീൻ ആമി. ഒരു മാർക്ക് കിട്ടണം. സഹനടി ആമി, സഹനടൻ സീൻ പാൻ. ഓക്കെ ആണേ മക്കളെ? ഛായാഗ്രഹണം. ഇതൊന്നും സാധാരണ പഠിപ്പിക്കാത്തതാണ്, പക്ഷേ ഇത് ഇപ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കാറ്റഗറിയില് ഛായാഗ്രഹണത്തിന് ആദ്യമായിട്ടൊരു വനിതയ്ക്ക് കിട്ടുകയാണ്. ഓട്ടം ജുറാഡ് ആർക്കപ്പാവ്. ഞാൻ സ്റ്റൈലാക്കി പറഞ്ഞല്ല, ഈ വല്ലാത്തൊരു പേരായത് കൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഓട്ടം തന്നെയാണ്.
ഈ ഛായാഗ്രഹണത്തിന് കിട്ടിയോണ്ട് മേഡം ഓട്ടമാണ്. ഏതോ ആർക്കോ വേണ്ടി പാപം ചെയ്തിട്ട് ഓടുകയാണ്. ഓട്ടം ഡ്യൂറന്റ് കപ്പിലുള്ള ഓട്ടമാണ്. ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പാവ് കേട്ടോ. മികച്ച കാസ്റ്റിംഗ് അവാർഡ് നേടിയ വ്യക്തി. ഇതൊരു പുതിയ അവാർഡാണ്. ഛായാഗ്രഹണത്തിന് വനിതയ്ക്ക് കിട്ടുന്നു ഓട്ടം തുള്ളലാണ് ഛായാഗ്രഹണം ഓട്ടം. കാസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുലുക്കിന്തിസ്. നോക്കൂ, കുലുക്കുന്തിസ്, കസാൻഡ്ര കുലുക്കുന്തിസ്. ഇന്ന ആളുകൾ കൃത്യമായിട്ട് കാസ്റ്റ് ചെയ്യണം. അങ്ങനെ കുലുക്കിയിട്ട് ഇതിനകത്തിട്ട് മമ്മൂട്ടി, മോഹൻലാൽ കാസ്റ്റ് ചെയ്യണേ. പിച്ചക്കാരനായിട്ട് മമ്മൂട്ടി, ഭ്രാന്തനായിട്ട് ഷഹനാദ്. അല്ല ബെസ്റ്റായിട്ട് അഭിനയിക്കട്ടോ ഞാൻ. ഭ്രാന്തനായിട്ട് ഇങ്ങനെ കുലുക്കി. മറ്റേത് ഓട്ടം, ഛായാഗ്രഹണം, ചായ കുടിക്കാൻ വേണ്ടിയുള്ള ഓട്ടം. ഛായാഗ്രഹണം ചോദിച്ചാൽ ചായ കുടിക്കാനുള്ള ഓട്ടം. ചായ കുടിക്കാൻ ഓടുന്നു, കാസ്റ്റിംഗ് ചെയ്യാൻ കുലുക്കുന്നു. കാസ്റ്റിംഗ് കുലുക്കി തക്കത്ത, ചായ കുടിക്കാൻ ഓടുന്നു, കാസ്റ്റിംഗ് കുലുക്കുന്നു. മറ്റേതാരൊക്കെയായിരുന്നു? ജോർദാന്, ജെസിയുണ്ട്, സീനുണ്ട്, ആമിയുണ്ട്. സെറ്റാണ് 4 പേര്. പിന്നെന്താ പറഞ്ഞത്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. സെറ്റാണ് നിങ്ങൾക്ക്. നോക്കൂ, ഇനി ആനിമേഷനിലേക്ക് വരാം. ഇതൊരു പുതുതായിട്ടുള്ള അവാർഡാണ്. ഏത്? കാസ്റ്റിംഗ്. ആനിമേഷൻ എന്ന് കേൾക്കുമ്പം കെ പോപ്പ്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ നമുക്ക് അറിയാം, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, കെ പോപ്പിന്റെ ഫോട്ടോ. കെ പോപ്പ് ആണ് ആനിമേഷൻ. കെ പോപ്പ്. ഇപ്പൊ കെ റെയിൽ അതുപോലുള്ള സാധനം കേട്ടോ. ഇത് ആനിമേഷൻ സിനിമയാണ്. മികച്ച ആനിമേഷന്റെ ഷോർട്ട് ഫിലിം ചോദിച്ചാല് ദ ഗേൾ ഹു ക്രൈഡ് പേൾസ് കേട്ടോ. ദ ഗേൾ ഹു ക്രൈഡ് പേൾസ് ആണ് ഷോർട്ട് ഫിലിം. അങ്ങനെയാണെങ്കിൽ ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് മക്കളെ? ഹോം ബൗണ്ട് 1 മാർക്ക്. ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? ഹോം ബൗണ്ട് ആണ്. നീരജ് ഖൈവാന്റെ സിനിമയാണ് ഹോം ബൗണ്ട്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം പുരസ്കാരം നേടിയ സിനിമയാണെന്ത്? സെന്റിമെന്റൽ വാല്യൂ കേട്ടോ. ഇന്റർനാഷണൽ ലെവലിൽ സെന്റിമെന്റ്സിനാണ് ഭയങ്കര വാല്യൂ ഉള്ളത്. നമ്മൾ മറ്റൊരു ഫീലിംഗ്സും ഇല്ല, സെന്റിമെന്റ്സ് ആലോചിക്കുക. സെന്റിമെന്റൽ വാല്യൂ ഇന്റർനാഷണൽ. ഹോം ബൗണ്ട് നമ്മുടെ ഹോം ആയിരിക്കും, നമ്മുടെ വീട് എന്നായിരിക്കും. അപ്പൊ ഇന്ത്യ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി ഹോം ബൗണ്ട് അല്ലേ? നീരജ് ഖൈവാന്റെ ഹോം ഗ്രൗണ്ട് അല്ലേ? ഹോം ബൗണ്ട് ആണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി. ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് കിട്ടിയത് സെന്റിമെന്റൽ വാല്യൂനെ. ഇനി ഡോക്യുമെന്ററി ചോദിച്ചാൽ, ഒരു ഡോക്യുമെന്ററി ഒരാളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആര് വരണം അറിയോ? ഈ പ്രാവശ്യം ഓസ്കാറിൽ നമ്മുടെ പുടിൻ വരണം. ഏത് പുടിൻ? റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആയിക്കോട്ടെ. മിസ്റ്റർ നോബഡി അഗൈൻസ്റ്റ് പുടിൻ. ഇതാണ് ഡോക്യുമെന്ററി ഫീച്ചർ. എന്നാൽ ഡോക്യുമെന്ററി ഷോർട്ട് ചോദിച്ചാലോ? ഓൾ ദി എംപ്റ്റി റൂംസ്. ഷോർട്ട് ചോദിച്ചാൽ ഓൾ ദി എംപ്റ്റി റൂംസ്. ഡോക്യുമെന്ററി ഫീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ നോബഡി അഗൈൻസ്റ്റ് പുടിൻ. സുരക്ഷാ ഏജൻസികളെ തത്സമയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിനായിട്ട് DRDO കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർമ്മിച്ചു നൽകിയ AI അധിഷ്ഠിത സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റമാണ് പ്രജ്ഞ. സുരക്ഷാ ഏജൻസികളെ തത്സമയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിനായി DRDO കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർമ്മിച്ചു നൽകിയ AI അധിഷ്ഠിതമായ സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റമാണ് പ്രജ്ഞ. പൗരന്മാരെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കാനും ഡിജിറ്റൽ തട്ടിപ്പുകൾ ഒഴിവാക്കാനും സഹായിക്കുന്നതിനായി CBI ആരംഭിച്ച AI ചാറ്റ്ബോട്ടാണ് അഭയ്. ഏതാണ്? അഭയ്. പൗരന്മാരെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കാനും ഡിജിറ്റൽ തട്ടിപ്പുകൾ ഒഴിവാക്കാനും സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ചാറ്റ്ബോട്ട് അഭയ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാണ് ജിൻഷാ ഗംഗ. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരം ജിൻഷാ ഗംഗ. ഇവരുടെ ശ്രദ്ധേയമായ കൃതിയാണ് ഓട. ജിൻഷാ ഓട. നേരത്തെ നമ്മളൊരു ഓടിയ കഥ പറഞ്ഞു കേട്ടോ, അത് ചായ കുടിക്കാനാണ്. 2026 ഏപ്രിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡസ്റ്റ് ലിങ്ക്. നോക്കൂ, ഉസ്ബെക്കിസ്ഥാൻ കേൾക്കുമ്പോൾ ഡസ്റ്റ് ലിങ്ക്. ഫുൾ ഡസ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ. 74 വർഷങ്ങൾക്ക് ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അമൈ ഖുറേസിയ എന്ന് പറയുന്ന വ്യക്തി. കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാണ്. 74 വർഷങ്ങൾക്ക് ശേഷം എന്ന കൃതി അമൈ ഖുറേസിയ. 13,000 കോടി മുതൽ മുടക്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മഷ്റൂം മിഷൻ ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ് മഷ്റൂം മിഷൻ. കവിത തെലുങ്കാനയിലെ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. കവിത എഴുതാനല്ല, കവിത എന്ന് പറഞ്ഞ മേഡത്തിന്റെ പേരാണ്. ഇവിടെ ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് എന്റെ പിറകിൽ. കവിത രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് തെലുങ്കാന രാഷ്ട്രസേന. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ മീറ്റിൽ സ്വർണം നേടിയ മലയാളി ലോങ് ജമ്പ് താരമാണ് M ശ്രീശങ്കർ. ശ്രീകല മോഹൻദാസ് രചിച്ച ബാലസാഹിത്യമാണ് കുഞ്ഞോമനകൾ.
ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിച്ച ഉത്തർപ്രദേശിലെ പക്ഷി സങ്കേതമാണ് മക്കളെ ഷേഖാജീൽ തടാകം. ചോദിക്കും, ഷേഖാജീൽ തടാകം ഏത് സംസ്ഥാനത്താണ്? ഷേഖാജീൽ തടാകം, ഷേഖ UP. 2026 ലോക പുസ്തക തലസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. റാബത്ത് മൊറോക്കോയിലെ റാബത്തിലാണ് 2026 പുസ്തക തലസ്ഥാനം. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, എന്നാണ് ലോക പുസ്തക ദിനം? ചോദിക്കുമ്പോൾ അറിയിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ മീഥേൻ പുറന്തള്ളുന്ന 25 മാലിന്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ നഗരങ്ങൾ മുംബൈയും സെക്കന്ദരാബാദും കേട്ടോ. ഏറ്റവും കൂടുതൽ മീഥേൻ പുറന്തള്ളുന്ന നഗരങ്ങളിൽ 2 എണ്ണം ഇന്ത്യയിലാണ്. ഒന്ന് മുംബൈ, ഒന്ന് സെക്കന്ദരാബാദ്. ജൈവമാലിന്യങ്ങളെ ശുദ്ധമായ ഇന്ധനമാക്കി മാറ്റുന്നതിനായി 500 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് നയം അംഗീകരിച്ച സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഏതാണ്? മഹാരാഷ്ട്രയാണ്. കണക്ട് ചെയ്ത് പഠിക്കുക. 2026 മിസ് ഇന്ത്യ കിരീടം കിട്ടിയത് സ്വാതി സതീഷ് സെയിലിനാണ്. നല്ല സ്വാദുള്ള സതീഷ് ഏട്ടൻ സെയിൽ ചെയ്തു മിസ് ഇന്ത്യനെ. നല്ല സ്വാദ് ഉണ്ടായിരുന്നു, സതീഷ് ഏട്ടൻ സെയിൽ ചെയ്തു മിസ് ഇന്ത്യ കേട്ടോ. സ്വാദുള്ളതുകൊണ്ട് സെയിൽ ചെയ്ത് പോയി. മിസ് ഇന്ത്യ അങ്ങനത്തെ ഒരു പേരാണ്. മിസ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ മിസ്സായി പോയി. സ്വാദുള്ള സതീഷ് ഏട്ടൻ സെയിലായി പോയി. 2026 ഏപ്രിൽ കർണാടക പോസ്റ്റൽ സർക്കിൾ പുറത്തിറക്കിയ ഗഗൻയാൻ സ്മാരക സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ബഹിരാകാശ സഞ്ചാരിയാണ്. സ്വാഭാവിക ലോജിക്കാണ്. ഗഗൻയാൻ ശുഭാൻഷു ശുക്ല. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷനാണ് മിഷൻ മിത്ര. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്താൻ വേണ്ടി ISRO നടത്തുന്ന ഇന്ത്യയുടെ അനലോഗ് മിഷനാണ് മിഷൻ മിത്ര. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്നത് ഛത്തീസ്ഗഡിലാണ്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അത് കിട്ടിയത് കർണാടകയ്ക്കാണ്. രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണെന്ന കാര്യം മറക്കണ്ട. സൈബർ സുരക്ഷാ മേഖലയിൽ വെല്ലുവിളി ഉയർത്തുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുന്നറിയിപ്പ് നൽകിയ ആന്ത്രോപിക് എന്ന അമേരിക്കൻ കമ്പനി വികസിപ്പിച്ച പുതിയ AI മോഡലാണ് ക്ലോഡ് മിത്തോസ്. വനങ്ങളെ സംരക്ഷിക്കുന്നതിനും വേട്ടയാടൽ തടയുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത നൂതന ശബ്ദ സാങ്കേതിക അല്ലെങ്കിൽ നൂതന ശബ്ദ അധിഷ്ഠിത AI സംവിധാനമാണ് ഡീപ്പ് ഇയർ. വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഭയങ്കര സൗണ്ട് ഡീപ്പ് ഇയർ. നോക്കൂ, സ്കൂളുകളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിത പത്രവായന. കർണാടകക്കാര് പറഞ്ഞു, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. കർണാടക പറഞ്ഞു പത്രം വായിക്കോ എന്ന് പറഞ്ഞു. നിർബന്ധമായിട്ടും പത്രം വായിക്കാൻ പറഞ്ഞു. നല്ല കാര്യം കർണാടക. നികുതി പാലിക്കലും റിട്ടേൺ ഫയലിംഗും ലളിതമാക്കുന്നതിന് ആദായ നീതി വകുപ്പ് ആരംഭിച്ച പുതിയ AI, എല്ലാം AI ചാറ്റ്ബോട്ട് കേട്ടോ. കർസാത്തി നികുതി ടാക്സ് കേട്ടോ. ഇന്ത്യസ് ന്യൂ AI ചാറ്റ്ബോട്ട് ഫോർ ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാക്സ് ഹെൽപ്പുമായി ബന്ധപ്പെട്ട് കർസാത്തി. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിനായ B28 കോച്ചുകളുടെ നിർമ്മാണ കേന്ദ്രം ആദിത്യ ബാംഗ്ലൂർ ആണ് B20 കോച്ചുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യൻ പരമ്പരാഗത നാടോടി ഗോത്രകലകൾ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഏത് സമൂഹ മാധ്യമമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്? യൂട്യൂബ്. നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിൽ പ്രിലിംസിന് വേണ്ട മുഴുവൻ CAയും വെറും 2 ദിവസം കൊണ്ട് പഠിപ്പിക്കണമെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ ഒന്ന് ലൈക്ക് ഇപ്പം തന്നെ അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇപ്പം തന്നെ കമന്റ് ചെയ്യുക. കാരണം യൂട്യൂബ് ആണ്. ഇവിടെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഏപ്രിൽ 29 ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കണേ. 2026 ഏപ്രിൽ മാസം 29-ാം തീയതി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ് ഉത്തർപ്രദേശിലെ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഗംഗ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശ്. നോക്കൂ, 594 കിലോമീറ്റർ ആണ്. 594 കിലോമീറ്റർ ആണ് ഈ ഒരു ലെങ്ത്, എക്സ്പ്രസ് വേയുടെ ലെങ്ത്. 12 ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. എത്ര ജില്ലകളുടെ? 12. 594 കിലോമീറ്റർ, 12 ജില്ലകൾ ഉത്തർപ്രദേശാണ്. നോക്കണേ, ഇത് ഉദ്ഘാടനം ചെയ്തത് ഹർദോയി എന്ന് പറയുന്ന ജില്ലയാണ്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ബന്ധിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കണം. നോക്കൂ, മീററ്റ് 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെ?
അങ്ങനെയാണെങ്കിൽ പ്രയാഗ്രാജ്, നമ്മുടെ അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരാണ് പ്രയാഗ്രാജ്. അലഹബാദ് മുതൽ മീററ്റ് വരെ അഥവാ പ്രയാഗ്രാജ് മുതൽ മീററ്റ് വരെ 594 കിലോമീറ്റർ 12 ജില്ലകളിലൂടെ പോകുന്ന ഗംഗ എക്സ്പ്രസ് വേ പഠിച്ചു എന്ന് ഉദ്ഘാടനം ചെയ്തു. 2026 ഏപ്രിൽ 29. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 14 നമുക്ക് വിഷു ആണ് അല്ലെ, ആ ഒരു സമയം ആലോചിച്ച് നോക്കുക. ഏപ്രിൽ 29 ഗംഗ എക്സ്പ്രസ് വേ ആണെങ്കിൽ ഏപ്രിൽ 14 തീയതിയാണ് ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി നമ്മുടെ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ, ഏകദേശം 12 കിലോമീറ്റർ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വന്യജീവികളെയും അതുപോലെ തന്നെ കാടിന്റെ ആവാസ വ്യവസ്ഥയും നശിപ്പിക്കാത്ത രൂപത്തിൽ ഒരു എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ ഉൾപ്പെടുന്ന, എന്ന് വെച്ചാൽ 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരു ഇടനാഴി വരുന്നത് എവിടെ നിന്നാണ്? ഡൽഹി മുതൽ ഡെറാഡൂണിലേക്കാണ്. ഡൽഹി മുതൽ ഡെറാഡൂണിലേക്ക് കൃത്യമായിട്ട് പഠിക്കണം. എത്രയാണ് ഇതിന്റെ ഒരു നീളം? 213 കിലോമീറ്റർ. 594 ഗംഗ എക്സ്പ്രസ് വേ, ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി 213 കിലോമീറ്റർ, 6 വരി പാതയാണ്. ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. എന്നായിരുന്നു? 2026 ഏപ്രിൽ 14. കടന്നു പോകുന്നത് ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണല്ലോ. അപ്പൊ ഡൽഹി മുതൽ ഉത്തർപ്രദേശിലൂടെ ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നു. രാജാജി നാഷണൽ പാർക്കിലെ വന്യമൃഗങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 12 കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് പാതയും മൃഗങ്ങൾക്കായി പ്രത്യേക അണ്ടർ പാസുകളും നിർമ്മിച്ചിട്ടുണ്ട്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. കുടുംബശ്രീയുടെ കുട്ടനാടൻ താറാവിറച്ചിയുടെ പുതിയ ബ്രാൻഡിന്റെ പേരാണ് ചീരു. ഇനി താറാവിനെ വിളിക്കുമ്പോൾ അല്ലെ ചീരു ചീരു ചീരു, ആ പേര് നോട്ട് വെക്കണം, ചീരു. ഒരു നൂറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കാട്ടുപോത്തുകളെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനമാണ് കൻഹ നാഷണൽ പാർക്ക്. ഏഷ്യൻ കാട്ടുപോത്തുകൾ കൻഹ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. വേറെ പല പോയിന്റ് നമ്മൾ 2 വർഷം മുമ്പ് പഠിച്ചിരുന്നു അല്ലെ. അവിടേക്ക് ഏഷ്യൻ കാട്ടുപോത്തുകളെ കൊണ്ടുവരുന്നു. ആലോചിക്കുക, കൻഹയിലെ മധ്യപ്രദേശിലാണ് കൻഹ. ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന 13 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമാണ് പ്രഗതി. നോട്ട് ചെയ്ത് വെക്കുക പേര്. ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന 13 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമാണ് പ്രഗതി അല്ലെ. ഇതുപോലൊരു സ്ഥാപനം PSC കോച്ചിങ് സെന്റർ ഉണ്ട്. അതെവിടെയാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പക്ഷെ കഴിക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ വെച്ച് നടന്നു? ഈ 13 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന പ്രഗതി എന്ന് പറയുന്ന സൈനികാഭ്യാസം വേദി ഉംറോയ്, മേഘാലയ അല്ലെ. വേദി ഉംറോയ് ആണ് മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആണ് ഋതിക ശ്രീ. ആരാണ് മക്കളെ? ഋതിക ശ്രീ. ഋതികയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ. ഓക്കെ, നോക്കൂ, ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വന്തം നമ്മുടെ സഞ്ജുവിലേക്ക് കടക്കാം അല്ലെ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ കായിക താരമാണ് സഞ്ജു സാംസൺ. മാർച്ചിൽ 2026 എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കണം. 2026 മാർച്ചിൽ ICCയുടെ മികച്ച ക്രിക്കറ്റ് താരത്തിലുള്ള പുരസ്കാരം നേടിയിരുന്നു. അത് മലയാളി ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അല്ലാതെ ഓരോ മാസത്തെയും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, കേട്ടല്ലോ. വിസ്ഡൻ മാസികയുടെ മികച്ച ക്രിക്കറ്റ് പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയ കായിക താരമാരാണ്? സഞ്ജു സാംസൺ അല്ല കേട്ടോ, മിച്ചൽ സ്റ്റാർക്ക്. വിസ്ഡൻ മാസികയുടെ മികച്ച ക്രിക്കറ്റ് പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയ കായിക താരം നോക്കൂ, മിച്ചൽ സ്റ്റാർക്കാണ്. മികച്ച കായിക താരം ദീപ്തി ശർമ്മയാണ്. മികച്ച വനിതാ കായിക താരം ക്രിക്കറ്റ് ആണ്, വിസ്ഡൻ മാസികയാണ്. മികച്ച വനിതാ ക്രിക്കറ്റ് താരം ദീപ്തി ശർമ്മ. മിച്ചൽ സ്റ്റാർക്ക് മറക്കണ്ട. അതിന്റെ ഒരു കവർ പേജിൽ ഇവിടെ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണുന്നുണ്ട് അറിയില്ല, നിങ്ങൾക്ക് PDF വായിച്ചു നോക്കും കാണാൻ പറ്റും. അപ്പൊ വിസ്ഡൻ മാസികയുടെ കവർ പേജിൽ വന്ന ഇന്ത്യൻ താരത്തിന്റെ പേര് മുഹമ്മദ് സിറാജ് ആണ്. സിറാജ് ഈ വിസ്ഡൻ മാസികയുടെ കവർ പേജിൽ ഉണ്ടായിരുന്നു. മികച്ച വനിതാ കായിക താരം അവാർഡ് കിട്ടിയത് ദീപ്തി ശർമ്മ. മികച്ച പുരുഷ താരം മിച്ചൽ സ്റ്റാർക്ക്. അന്താരാഷ്ട്ര 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? നോക്കൂ, ഇന്റർനാഷണൽ 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം സ്മൃതി മന്ദാനയാണ്. മേഡത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, അന്താരാഷ്ട്ര 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ആരാണ്? സ്മൃതി മന്ദാന. ഭൂട്ടാൻ വഴിയുള്ള പ്രീമിയം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വൻ തോതിലുള്ള കള്ളക്കടത്തും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യാജ രജിസ്ട്രേഷൻ റാക്കറ്റുകളും നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് തടയാനുള്ള ഒരു ഓപ്പറേഷൻ നംഖോർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദുൽഖർ സൽമാൻ അതുപോലെയുള്ള ചില സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ ഭൂട്ടാനിൽ കാറ് കൊണ്ടുപോകുന്ന പറയുന്ന വിവാദം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ തൂഫാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓപ്പറേഷൻ നംഖോർ. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ ബോളർ എന്ന നേട്ടം കൈവരിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം.
പുരുഷന്മാരെയും വനിതകളുടെയും ഒക്കെ 2020 നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ 2020-ക്കകത്ത് 9 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ബോളർ ആവുന്നത് മാഡമാണ്. ബ്രസീലിന്റെ താരമാണ് ലോറ കാർഡോസോ. ഡോറ ബുജിന്റെ ഇത് ലോറ. നോക്കൂ, 9 വിക്കറ്റ് നേടുകയാണ്. അപ്പൊ 9 ബോൾ എടുത്തിട്ട് ഒരു ലോറിയിൽ ഇടുക. ലോറി വിളിക്കണം, കാർഗോ അല്ലെ, ലോറി വേണം കാർഗോ കയറ്റിക്കൊണ്ടു പോകാൻ. കാരണം ഒരു ടീമിനെതിരെ 9 വിക്കറ്റ് അങ്ങോട്ട് നേടുകയാണ്. ഇപ്പൊ രാജ്യാന്തര 2020-ൽ ക്രിക്കറ്റിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ബോളർ എന്ന നേട്ടം ലോറ കാർഡോസോ. ലോറിയിൽ കാർഗോ കൊണ്ടുപോകണം. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശ സമിതിയിലേക്ക്, ശ്രദ്ധിക്കണേ, യുഎന്നിന്റെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നയതന്ത്രജ്ഞയാണ് പ്രീതി ശരൺ. മാഡത്തിന്റെ പേരെന്താണ്? പ്രീതി. നോക്കൂ, നമ്മുടെ രാജ്യം, ആ രാജ്യത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് എവിടെ പോവാണ്? ഐക്യരാഷ്ട്ര സംഘടനയിൽ പോവാണ്. അപ്പൊ പ്രതിനിധി എന്ന രൂപത്തില് ഇവര് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖല ഇടപെടണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രീതി പിടിച്ചു പറ്റാൻ വേണം. അപ്പൊ പ്രീതി ആലോചിക്കാം. പ്രീതി അല്ലെ, നമ്മുടെ പ്രീതിയൊക്കെ അവരവിടെ പോയിട്ട് ഇങ്ങനെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നമ്മുടെ പ്രീതി കിട്ടുമല്ലോ. അപ്പൊ പ്രീതി പിടിച്ചു പറ്റാം. പ്രീതി എവിടെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയില് ഈ പദവി അലങ്കരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രീതി. മറക്കൂലോ. നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും പ്രീതി ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. യുഎന്നിന്റെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് മേഖലയിലെ ഒരു അവാർഡാണ് ലോറസ് സ്പോർട്സ് അവാർഡ് കേട്ടോ. മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ്. 2025 വർഷത്തെ മികച്ച പുരുഷ കായിക താരം ആരെന്ന് ചോദിച്ചാൽ 2025-ലാണ്, 26-ലാണ് ഇത് കൊടുക്കട്ടോ. 2026-ലെ അവാർഡാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. കാർലോസ് അൽക്കാരസ്. ലോറസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്ത് വേണം എന്നറിയോ? കാറ് വേണം. കാർലോസ് അൽക്കാരസ്, കാറ് വേണം. ആലോചിച്ച് നോക്കിക്കേ, ലോറി എന്ന് കേൾക്കുമ്പോൾ ഒരു കാറ്, പുരുഷൻ കാറാണ്. വനിതയാരെന്ന് ചോദിച്ചാൽ ലോറിക്കകത്ത് ഒരു കാർ ഉണ്ടെന്ന് ചിന്തിക്കുക. നമ്മുടെ കൊച്ചി രാജാവ് സിനിമ കണ്ടില്ലേ നിങ്ങൾ? അതിനകത്തുണ്ട് ലോറിയിൽ ഒരു കാറിൽ ജഗതി പോകുന്നു അല്ലെ. അതിനകത്ത് ആരാളുള്ളത്? ജഗതി അല്ലുള്ളത്, അരിയാണുള്ളത്. വില കുറഞ്ഞ അരിയാണ്. എന്താണുള്ളത്? വില കുറഞ്ഞ അരി. ബല എന്നൊക്കെ ഞങ്ങളെ മലബാറുകാർ പറയും, വിലക്ക് വില കുറഞ്ഞ അരിയുണ്ട്. ഒരു ലോറിക്കകത്ത് കാറുണ്ട്. ലോറസ് പുരസ്കാരം എന്ന് പറയുമ്പോൾ കാർലോസ് ബെലാറസിന്റെ അരീന സബലങ്ക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. കൂടാതെ ആ കാറിനകത്ത് എന്തുണ്ട്? ഒരു ലാമിനേഷൻ ചെയ്തൊരു ഫോട്ടോ ഉണ്ട്. അതും പിടിച്ചിട്ട് അരിയും കൊണ്ട് ഒരാൾ വരിക. വില കുറഞ്ഞ അരിയുമുണ്ട്, ലാമിനേഷൻ ചെയ്ത ഫോട്ടോയും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. 3 പേരുകൾ കേട്ടല്ലോ, 3 പേരുകൾ. അപ്പോ ഏതൊക്കെയാണ്? കാർലോസ് അൽക്കാരസ്, അരീന സബലങ്ക, ലാമിൻ യമാൽ. നോക്കൂ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ജൂലൈ മാസം 15-ാം തീയതിയാണ്. ഇന്നലെ ലാമിൻ യമാലിന്റെ കളി കണ്ടവരൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കളിച്ച നല്ല മിടുക്കനാണ് അല്ലെ. എന്ന് വെച്ചാൽ സെമി ഫൈനലിൽ ലോകകപ്പ് ഫുട്ബോളിൽ ഈ പറയുന്ന 2026-ൽ സ്പെയിൻ ഇങ്ങനെ ജയിച്ചു നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കുന്നത് ലാമിൻ യമാൽ മികച്ച യുവതാരമാണ്. നല്ല കളിയാണ് അല്ലെ. മികച്ച വനിതാ താരം ബെലാറസിന്റെ അരീന സബലങ്ക. മികച്ച പുരുഷ താരം ആരാണ്? കാർലോസ് അൽക്കാരസ്. രണ്ടുപേരും ടെന്നീസ് ആണ്, ഓർത്ത് വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ മികച്ച ടീം എന്ന് ചോദിച്ചാൽ അത് PSG ആണ്. PSG ഫുട്ബോൾ ക്ലബാണ് PSG. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ആർക്കാണ്? നദിയ കമനേച്ചി. പ്ലാസ്റ്റിക് ഗേൾ എന്നൊക്കെ വിളിക്കുന്ന 10 out of 10 എന്ന് പറയുന്ന ആ ഒരു അത്രയ്ക്കും ലോകത്തുള്ള പ്രധാനപ്പെട്ട കായിക താരങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയ ഒരു താരമാണ് ആര്? നദിയ കമനേച്ചി. മറന്നു പോകണ്ട, പ്ലാസ്റ്റിക് ഗേൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നദിയ കമനേച്ചി മേഡത്തിന്റെ ഇനം ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് ഫ്ലെക്സിബിൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എന്തായിരിക്കും അവരുടെ ഇനം? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജിംനാസ്റ്റിക് കേട്ടോ. ജിംനാസ്റ്റിക് ആണ് നദിയ കമനേച്ചി. ലോറസ് സ്പോർട്സ് അവാർഡ് 2026. മികച്ച ടീം PSG. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നദിയ കമനേച്ചി. വനിതാ താരം അരീന സബലങ്ക. കാർലോസ് അൽക്കാരസ് പുരുഷ താരം. യുവതാരം ലാമിൻ യമാൽ. 2026 ഏപ്രിൽ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. എന്ന് വെച്ചാൽ നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് പോയി. ഇപ്പൊ അവിടെ ആര് വന്നു? സാമ്രാട്ട് വന്നു. സാമ്രാട്ട്, നമ്മുടെ മജീഷ്യൻ സാമ്രാട്ട് അല്ല, കാണുമ്പോൾ ലുക്കൊക്കെ വെച്ചിട്ട് മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ തോന്നുന്നു. അവിടുത്തെ BJP സർക്കാർ അധികാരത്തിൽ വരുന്നു, നിതീഷ് കുമാറിനെ തട്ടുന്നു. സാമ്രാട്ട് ചൗധരി. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ആയുഷ് ഷെട്ടി.
ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ആയുഷ് ഷെട്ടി. 2026 ഏപ്രിലിൽ IUCN റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമായി മാറിയത് ഏതാണ്? ആ ഒരു ലിസ്റ്റിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് 2026 ഏപ്രിലിലെ ഈ പറഞ്ഞ റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമായിട്ട് മാറിയത് 2 എണ്ണമാണ്. ഒന്ന് എംപറർ പെൻഗിൻ, മറ്റൊന്ന് അന്റാർട്ടിക്കയിലെ രോമ സീൽ. കേട്ടോ, അപ്പൊ ഇതിന്റെ പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ, ഒന്ന് പെൻഗിൻ ആണ്, ഒന്ന് സീലാണ്. ഏതാണ്? പെൻഗിനും സീലും. അവരുടെ ഏകദേശം അവരുടെ ഒരു വാസസ്ഥലമൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പൊ 2026 ഏപ്രിലിൽ ഈ പറയുന്ന റെഡ് ലിസ്റ്റിൽ അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൂട്ടത്തിലേക്ക് 2 ചങ്ങായിമാരെ വന്ന്, ഒന്ന് പെൻഗിനേട്ടൻ, ഒന്ന് സീലേട്ടൻ. പഠിച്ചല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ജാർസുഗുഡ, ഒഡീഷയിലാണ്. ഒഡീഷയിൽ എന്ത് വരുന്നു? കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ്. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടിയാണ് മക്കളെ ന്യൂമോകോക്കൽ വാക്സിനേഷൻ. പഠിച്ചു വെക്കണം. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടി ന്യൂമോകോക്കൽ വാക്സിനേഷൻ. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും ആസ്മ, പ്രമേഹ, ഹൃദ്രോഗ പ്രതിരോധശേഷി കുറഞ്ഞ അവസ്ഥകളുള്ളവരും ഈ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. ഈ വാക്സിനെ കുറിച്ചുള്ള പത്രക്കട്ടിങ് നിങ്ങൾ വായിച്ചു നോക്കണേ. 2026 ഏപ്രിൽ ഫ്രാൻസിൽ നടന്ന സമുദ്രോത്സവത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പൽ സുദർശിനിയാണ്. ഫ്രാൻസിലൊക്കെ പോയി എന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ കറങ്ങി അടിക്കുകയാണ് ഈ ഒരു പരിശീലന കപ്പൽ നേവിയുടെ. അതുകൊണ്ട് അവര് ഫ്രാൻസിൽ നടന്ന സമുദ്രോത്സവത്തിൽ പങ്കെടുത്തു. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ അരുണാചൽ പ്രദേശിലെ ജലവൈദ്യുത പദ്ധതികളാണ് കമലയും കലയും. നോക്കൂ, അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡറിൽ കിടക്കുന്ന കിഴക്ക് കിടക്കുന്ന അരുണാചൽ പ്രദേശ്, അവിടെയുള്ള 2 ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് കമലുണ്ട്, ഒന്ന് കലയുണ്ട്. കലൈ ടു കമല, കമല കലൈ, അരുണാചൽ പ്രദേശിലെ ജലവൈദ്യുത പദ്ധതികൾ. ചൈന അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ സിക്കിമിലെ ലാച്ചൻ മേഖലയിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഹിംസേതു. ഹിമാലയമാണല്ലോ, അപ്പൊ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരിക ഒരു സേതു, ഹിംസേതു, ഓപ്പറേഷൻ ഹിംസേതു. ചൈന അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ സിക്കിമിലാണ് ഹിംസേതു. യുദ്ധമേഖലകളിൽ പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അടിയന്തര വൈദ്യസഹായം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അവതരിപ്പിച്ച തദ്ദേശീയ റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് മക്കളെ പ്രൊജക്ട് വിമാനയും പ്രൊജക്ട് ഒപ്പീരിയനും. പഠിച്ചു വെക്കണം. യുദ്ധമേഖലകളിൽ പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അടിയന്തര വൈദ്യസഹായം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അവതരിപ്പിച്ച തദ്ദേശീയ റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് പ്രൊജക്ട് വിമാനയും പ്രൊജക്ട് ഒപ്പീരിയനും. കേട്ടല്ലോ? യെസ്. വൻ താര, നമുക്കറിയാം നമ്മുടെ അംബാനിയുടെ വൻ താര ഗുജറാത്തിലെ, അവർ അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബൽ വൈൽഡ് ലൈഫ് ആൻഡ് വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ജാംനഗറിലാണ്, ഗുജറാത്തില്. 2026 ഏപ്രിൽ അന്തരിച്ച 1999 കാർഗിൽ യുദ്ധത്തിലെ ധീരതയ്ക്കുള്ള മഹാവീർ ചക്ര നേടിയ മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ പേരാണ് കേണൽ സോനം വാങ്ചുക്. നോക്കൂ, ഈ അടുത്ത് അന്തരിച്ചതാണ് ഇദ്ദേഹം. 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥനാണ് കേണൽ സോനം വാങ്ചുക്. കേണൽ സോനം വാങ്ചുക്, ലയൺ ഓഫ് ലഡാക്ക്. ലയൺ ഓഫ് ലഡാക്ക്, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഈ ഒരു സൈനികൻ അറിയപ്പെടുന്ന പേരാണ് ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകനായ ഡി പ്രമേഷ് കുമാർ രചിച്ച പുസ്തകമാണ് ജനവിധിയുടെ 7 ദശകങ്ങൾ. ജനവിധിയുടെ 7 ദശകങ്ങൾ. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു നിൽക്കുകയാണ്, ഓർത്ത് വെച്ചേക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകനായ പേരെന്താണ്? പ്രമേഷ് കുമാർ, വെറൈറ്റി അല്ലേ? അദ്ദേഹം രചിച്ച പുസ്തകമാണ് ജനവിധിയുടെ 7 ദശകങ്ങൾ. 2026 ഏപ്രിലിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മൈലല്ല, ഇത് നമ്മുടെ ദേശീയ പക്ഷിയല്ല. മൈല സൈക്ലോൺ, MAILA, ഈ പറയുന്ന സൈക്ലോൺ അഥവാ ചുഴലിക്കാറ്റായ മൈല വീശിയത് എവിടെയാണെന്ന് ചോദിച്ചാല് പാപ്പുവ ന്യൂഗിനിയ. കർഷകർക്ക് ലാബുകൾ പോകാതെ തന്നെ തൽക്ഷണം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മനസ്സിലാക്കാനും വളപ്രയോഗം നടത്താനും ഉപയോഗപ്പെടുത്തുന്ന
കേരളത്തിൽ വികസിപ്പിച്ച മണ്ണ് പരിശോധനയ്ക്കുള്ള ലഘു ഉപകരണമാണ് ന്യൂട്രി. എടാ, മണ്ണിലെ കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ തിരിച്ചറിയാം. അപ്പൊ ന്യൂട്രി എന്നൊരു ഉപകരണം. ഓക്കെ. ഔദ്യോഗികമായി ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനമായിട്ട് ലോകസഭ അംഗീകരിച്ചത് അമരാവതിയാണ്. 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളനത്തിന്റെ വേദി തെലുങ്കാനയാണ്. 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളനത്തിന്റെ വേദി തെലുങ്കാന. ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനം അമരാവതിയാണ്. ഗോത്ര മേഖലയിൽ യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടിക്. കൊല്ലം ജില്ലയിൽ കേട്ടിക് എന്നാണ് യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക. 2026 ഏപ്രിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തതെവിടെയാണ്? അമേരിക്കയിലാണ്. വിവേകാനന്ദന്റെ പ്രതിമ 2026 ഏപ്രിൽ അമേരിക്ക. പ്രൊജക്ട് 17A ക്ലാസ്സിൽപ്പെട്ട ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക യുദ്ധക്കപ്പലാണ് തരഗിരി. F-41 എന്ന് വിളിക്കും. പ്രൊജക്ട് 17A ക്ലാസ്സിൽപ്പെട്ട ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക യുദ്ധക്കപ്പലാണ് തരഗിരി. ഇത് കമ്മീഷൻ ചെയ്തത് 2026 ഏപ്രിൽ 3 ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ്. തരഗിരി ഏപ്രിൽ 3, 2026 ഏപ്രിൽ 3 തരഗിരി. ഇനി നോക്കൂ, എന്താണ് ഈ ക്ലാസ് പ്രൊജക്ട് 17A? ഒരുപാട് സീരീസിൽപ്പെട്ട കപ്പലുകളുണ്ട്. അപ്പൊ അതില് ഭാഗമായിട്ടുള്ള 7 കപ്പലുകളാണ്. ഒന്ന് നീലഗിരി, രണ്ടാമത്തെ ഉദയഗിരി, ഹിമഗിരി, തരഗിരി, ദുനഗിരി, മഹേന്ദ്രഗിരി, വിന്ധ്യഗിരി. ഇത്രയും പഠിക്കണം. 7 കപ്പലുകളാണ് ഇതിനകത്ത് കമ്മീഷൻ ചെയ്തത്. 2026 ഏപ്രിൽ 3 കമ്മീഷൻ ചെയ്തത് തരഗിരിയാണ്. 2026 ഏപ്രിൽ മാസം 3 കമ്മീഷൻ ചെയ്തത് തരഗിരിയാണ്. നീലഗിരി ക്ലാസ് പ്രൊജക്ട് 17A ഭാഗമായുള്ള 7 കപ്പലുകളാണ്. നീലഗിരി, ഉദയഗിരി, ഹിമഗിരി, തരഗിരി, ദുനഗിരി, മഹേന്ദ്രഗിരി, വിന്ധ്യഗിരി. കേട്ടോ, INS ദുനഗിരി. ഇതൊക്കെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. INS മഹേന്ദ്രഗിരി. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെ ചോദിക്കാം. കൃത്യമായി പഠിക്കണം. ദുനഗിരിയും അതിൽപ്പെട്ട ദുനഗിരി നേരത്തെപ്പെട്ട സംശോധകും അഗ്രയും. ഏതൊക്കെയാടാ? ദുനഗിരി, സംശോധക്, അഗ്രേ. പ്രൊജക്ട് 17A ഭാഗമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ഗൈഡഡ് മിസൈൽ ആണ് ദുനഗിരി. ഓക്കെ ആണല്ലോ. കടൽ തീരത്തെ ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്തുന്നതിനും പ്രതിരോധ ആവശ്യങ്ങൾക്കുമായി ഓഷ്യാനോഗ്രാഫിക് വിവരങ്ങൾ ശേഖരിക്കാനാണ് സംശോധക്. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് അഗ്രേ. 3 ഉപയോഗങ്ങളാണ്. നിങ്ങൾ പ്രിലിംസിനൊന്നും ഇത് പഠിക്കേണ്ട, ഡിഗ്രിയിലുള്ള എക്സാമിന് പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ കേട്ടോ. ഓക്കെ. ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി INS അരിദമൻ. നോക്കൂ, ഹന്ത് ഗട്ട് ദമൻ സുദൻ എന്നൊക്കെ ഞങ്ങൾ പാടിയിരുന്നു നമ്മുടെ ടെലഗ്രാം ക്ലാസ്സുകളിൽ. ഹന്ത് ഗട്ട് ദമൻ സുദൻ. 3ാമത്തത് അരിദമൻ. ഹന്ത് ഗട്ട് ദമൻ സുദൻ. ഹന്ത് അരിഹന്ത്. INS അരിഹന്ത് 2016 വരുന്നു. ഓക്കെ ആണല്ലോ. ഏപ്രിൽ 3 INS അരിദമൻ കമ്മീഷൻ ചെയ്യുന്നത്. ഏപ്രിൽ 3 മറക്കല്ല. ഇവിടെ നോക്കൂ, തരഗിരി കമ്മീഷൻ ചെയ്തോ ഏപ്രിൽ 3 സെറ്റ് ആണല്ലോ. അപ്പൊ മറക്കില്ല. ടൈഡ്സ് ഓഫ് ടൈം, ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ്. ടൈഡ്സ് ഓഫ് ടൈം ഇത് പഠിച്ചാൽ മതി. ടൈഡ്സ് ഓഫ് ടൈം എന്ന പുസ്തകം സുധാമൂർത്തിയുടേതാണ്. ടൈഡ്സ് ഓഫ് ടൈം. വാട്സപ്പ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിം കാർഡ് ഫോണിൽ നിന്ന് മാറ്റിയാൽ വാട്സപ്പിന്റെ പ്രവർത്തനം ഉടൻ നിലയ്ക്കുന്ന സംവിധാനം സിം ബൈൻഡിങ് ആണ്. നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യും, എന്റെ വാട്സപ്പ് സിം എന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അങ്ങനെ ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, സംവിധാനം. അതിന്റെ പേര് സിം ബൈൻഡിങ് എന്നാണ്. മീസിൽസ് രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ 10 ലക്ഷത്തിലധികം കുട്ടികൾക്കായി അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് G. കൃഷ്ണകുമാറാണ്. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചീവീട് എന്ന പ്രാണിയുടെ പേരിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസിന്റെ വകഭേദമാണ് സിക്കാഡ. ചീവീട് കേൾക്കുമ്പോ ചെവി കേൾക്കുന്നില്ല, സിക്കാണ് അല്ലെ. ചീവീട് അല്ലെങ്കിൽ ചീവീട് എന്ന പ്രാണി സിക്കാഡ കേട്ടോ. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന ആത്മകഥ ആരുടേതാണ്? മൊഹസിന കിദ്വായ്. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന ആത്മകഥ മൊഹസിന കിദ്വായ്. ഇന്ത്യയില് മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബിനയ് മനേഷയ് വിഭാഗക്കാരെ നോക്കൂ. അവിടുത്തെ ഒരു വിഭാഗമാണ് മണിപ്പൂരിലേക്ക് പണ്ട് വന്നവരായിരിക്കാം, അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ആ വിഭാഗക്കാരെ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയാണ്
ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ. തപസ്യ കലാസാഹിത്യ വേദിയുടെ 2026 അക്കിത്തം പുരസ്കാരം കിട്ടിയത് വി മധുസൂദനൻ നായർക്കാണ്. അക്കിത്തം പുരസ്കാരം വി മധുസൂദനൻ നായർ. 2026 ഏപ്രിൽ അന്തരിച്ച രഘുറായ് ഏത് മേഖലയിൽ? രഘുറായ് ഫോട്ടോഗ്രാഫറാണ്. രഘുറായ് ഫോട്ടോഗ്രാഫറാണ്, മറക്കണ്ട. 2026 മാർച്ചിൽ വടക്കൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് നരല്ല. നോക്കൂ, ഓസ്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാൻ പോയിട്ട് നാറിപ്പോ നിങ്ങള്. നാറിയല്ലോ ഓസിന് വാങ്ങാൻ പോയി നാറിയല്ലോ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഓസിന് വാങ്ങാൻ പോയിട്ടല്ലേ നാറിയല്ലോ, നാരല്ല അല്ലെ, നാരി നാരി എന്ന് വേണമെങ്കിൽ പാടാം. നാരല്ല നരല്ലേ എന്നാട്ട പേര്. എന്താ പേര്? നരല്ലേ. 2026 ഏപ്രിൽ ഇന്ത്യ സന്ദർശിച്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് മുങ്ങി എന്ന് പറയട്ടോ. അയാള് കൊറിയക്കാരായിട്ട് ദക്ഷിണ കൊറിയ കേട്ടോ. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആര് വന്നു അല്ലേ? ദക്ഷിണ കൊറിയ ഇവിടെ വന്നില്ലേ? അപ്പൊ ലീ ജെ മ്യൂങ് എന്നൊക്കെ പറഞ്ഞാൽ ലീ ജെ മ്യൂങ്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ടോ ലാം. എന്താ പേര്? വിയറ്റ്നാം ടോ ലാം. വായിൽ എന്താണ്? ടോ ലാം. വായിൽ എന്താണ്? വിയറ്റ്നാം. വായ്നാറ്റത്തിന് ടോ എന്നാക്കിയാൽ മതി, എന്നിട്ട് ലാം എന്നാക്കിയാൽ മതി. ലാം ടോ ലാം. വായ്നാറ്റത്തിന് ടോ ലാം. വായ്നാറ്റത്തിന് ടോ ലാം. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്. തുറമുഖ മാനേജ്മെന്റിനായി ഡിജിറ്റൽ ട്വിൻ സംരംഭം ആരംഭിക്കുന്ന ഇന്ത്യ രാജ്യത്തെ തുറമുഖമായി മാറിയത് വി.ഒ. ചിദംബരം തുറമുഖം, തമിഴ്നാട്. തുറമുഖ മാനേജ്മെന്റിനായി ഡിജിറ്റൽ ട്വിൻ സംരംഭം ആരംഭിക്കുന്ന തുറമുഖം വി.ഒ. ചിദംബരം തുറമുഖം, തമിഴ്നാട്. ഈ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണെന്ന് അറിയാം കൂട്ടുകാർക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ച് അണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. പ്രമേയം മനസ്സിരുത്തി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പഠിക്കുക. ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ച് അണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ച് അണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ഹീമോഫീലിയയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏപ്രിൽ 17 രോഗനിർണയം പരിചരണത്തിലേക്കുള്ള ആദ്യ പടി. രോഗനിർണയം പരിചരണത്തിലേക്കുള്ള ആദ്യ പടി ഹീമോഫീലിയ. രോഗനിർണയം പരിചരണത്തിലേക്കുള്ള ആദ്യ പടി. ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ചണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ആരോഗ്യദിനം. ഇനി പൈതൃകം അധികം ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം മെയിൻസിന് കേട്ടോ. സംഘർഷങ്ങളുടെയും ദുരന്തങ്ങളുടെയും സന്ദർഭങ്ങളിൽ ജീവിക്കുന്ന പൈതൃകത്തിനായുള്ള അടിയന്തര പ്രതികരണം. പൈതൃക ദിനം ഏപ്രിൽ 18 ഈ ഡേറ്റ് ഓർത്ത് വെക്കണം. ഏപ്രിൽ 18, ഏപ്രിൽ 17 ഹീമോഫീലിയ. ഏപ്രിൽ 19 ലോക കരൾ ദിനം. നല്ല ശീലങ്ങൾ കരുത്തുറ്റ കരള്. വെറുതെ വെള്ളം അടിച്ച് നശിപ്പിക്കരുതെന്നാ പറഞ്ഞത്. നല്ല ശീലങ്ങൾ കരുത്തുറ്റ കരൾ. ലോക കരൾ ദിനം ഏപ്രിൽ 19. നോക്കണേ, ഹീമോഫീലിയ, പൈതൃകം, കരള്. ഹീമോഫീലിയ ഫീലിങ്സ് തോന്നും നമുക്ക് പൈതൃകങ്ങളോട്. അപ്പൊ നമ്മൾ കരള് പറിച്ചു കൊടുക്കുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കും അല്ലെ? ആലോചിച്ച് നോക്കും നിങ്ങളെ, ഫീലിങ്സ് ആണ് പൈതൃകങ്ങളോട് നമുക്ക്. നമ്മുടെ കരള് പോലെ, നമ്മുടെ കരളെ എന്ന് വിളിക്കാറില്ലേ അല്ലെ? കരളിന്റെ കരളാണവ. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു ഫീലിങ്സ് ആണ്. ഹീമോഫീലിയ ഫീലിങ്സ് ആണ് പൈതൃകങ്ങളോട് അല്ലെ? നമ്മുടെ കരള് പോലെ നമ്മൾ നോക്കുന്നു. ലോക ഭൗമദിനം എല്ലാവർക്കും അറിയാം ഏപ്രിൽ 22. ജലദിനം മാർച്ച് 22. ലോകത്തെ ഏപ്രിൽ 14 ഇന്ത്യയിൽ ദേശീയ ജലദിനം. മാർച്ച് 22 ലോക ജലദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. അങ്ങനെയാണെങ്കിൽ ലോക ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. Driven to end malaria. Now we can, now we must പ്രമേയം. IPL ചരിത്രത്തിൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, 9000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ ബാറ്ററായി മാറുന്ന വിരാട് കോഹ്ലിയാണ് IPL ചരിത്രത്തിൽ. തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് PS ശ്രീധരൻ പിള്ളച്ചേട്ടനാണ്. തകഴി സ്മാരക പുരസ്കാരം കിട്ടിയത് PS ശ്രീധരൻ പിള്ളച്ചേട്ടൻ. വിപണി മൂല്യത്തിന്റെ 5 ലക്ഷം കോടി, വിപണി മൂല്യത്തിൽ 5 ലക്ഷം കോടി ഡോളർ കടക്കുന്ന ആദ്യ കമ്പനിയായി മാറിയത് NVIDIA ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാം NVIDIA കുറിച്ച്. തൃശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. എവിടെ നോക്കിയാലും CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഉണ്ടാവുക. ഓക്കെ, നോക്കൂ, അവസാനമായിട്ട് ഇത്രയും നേരം 1 മണിക്കൂറിലധികമായി ക്ലാസ് എടുക്കുന്നു. ഇനി 5 മണിക്കൂർ ക്ലാസ് ആണ്. 4 മണിക്കൂർ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരും ഇതിനൊരു അഭിപ്രായം പറയണം ക്ലാസ്സിന്. അതുപോലെ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് 10th പ്ലേസ് മുമ്പ് കാണാൻ പറയും കേട്ടോ. ഓഗസ്റ്റ് 1 നടക്കുന്ന എക്സാമിന് മുമ്പ് കാണണേ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതി ആരുടേതാണ്? നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.